എൻ്റെ പേര് ലിജി. ഇത് എൻ്റെ ഹസ്ബൻഡാണ് ജോമോൻ. മക്കൾ ജുവാൻ ക്രിസ്റ്റി, റയൻ ക്രിസ്റ്റി. ഞങ്ങൾ വരുന്നത് കർണാടകയിലെ കൊടക് ജില്ലയിൽ വിരാജ്പേട്ട് എന്ന സ്ഥലത്ത് നിന്നാണ്. അവിടെ സെൻറ്റ് ആൻസ് ചർച്ചിലെ ഇടവകങ്ങളാണ്. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നതും ഉടമ്പടി എടുക്കുന്നതും 2022 ഒക്ടോബർ 1-ാം തീയതിയാണ്. വർഷങ്ങളായി ഞങ്ങൾ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. 12 വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ വീട് വയ്ക്കണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾക്ക് ഒഴിവുള്ള സമയത്തെല്ലാം ഞങ്ങളുടെ ഈ ഒരു 10 വർഷത്തെ ജോലി എന്ന് പറയുന്നത് എല്ലായിടത്തും തിരയും, സ്ഥലം നോക്കും. അപ്പം വിരാജ്പേട്ട് ടൗണിലായതുകൊണ്ട് സെൻറ്റിനൊക്കെ 8-9 നല്ല റേറ്റാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ചേട്ടന് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ കോളേജിലെ ലെക്ചറാണ്. അപ്പോൾ ഒരാളുടെ വരുമാനം കൊണ്ട് ആ ഒരു റേറ്റിലൊരു സ്ഥലം വാങ്ങുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ബ്രോക്കേഴ്സിനും ഞങ്ങളെ അറിയാം. കാരണം എല്ലാവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സ്ഥലം വേണം. അപ്പോൾ ഇത്രയും നീണ്ടു പോകാനുണ്ടായിരുന്നതിന് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു, ചർച്ചിൻ്റെ അടുത്ത് ഒരു വീട് വേണം. കാരണം എൻ്റെ ചെറിയ മോന് 2 വയസ്സുള്ള ടൈം തൊട്ട് ഞാൻ അവനെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഞങ്ങൾ ഈ 12 വർഷവും താമസിച്ചുകൊണ്ടിരുന്നത് പള്ളീൻ്റെ അടുത്താണ്. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്. ദൈവത്തെ മുറുകെ പിടിക്കുന്ന കുടുംബമാണ്. ദൈവത്തിൻ്റെ തീരുമാനം എന്താണോ അതിൻ്റെ അപ്പുറത്തോട്ട് ചലിക്കാത്തൊരു കുടുംബമാണ്. അപ്പോൾ ഹസ്ബൻഡിനേക്കാളും എനിക്കായിരുന്നു ആഗ്രഹം. എനിക്കൊരു സങ്കടം വന്നാൽ അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാൽ എൻ്റെ ദൈവത്തെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയ ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കുമ്പം പള്ളി കണ്ടില്ലേലും പള്ളീൻ്റെ മുകളിൽ ഒരു കുരിശെങ്കിലും കാണണം. അപ്പം എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് പറയായിരുന്നു, അതിൻ്റെ ഒരു വാശിയല്ലേ, എന്തിനാ നീ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നേ, സിറ്റിയിലോട്ട് പോകുമ്പോൾ നല്ല സ്ഥലമുണ്ടല്ലോ, നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരേ ഒരു കാര്യമുള്ളൂ, ഈശോയെ എനിക്ക് നല്ലൊരു സ്ഥലം വേണമെന്ന് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇത്ര സെൻറ്റ് സ്ഥലം വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. അതൊരു കുഴിയായിക്കൊള്ളട്ടെ, പക്ഷെ പള്ളീൻ്റെ അടുത്ത് എനിക്കൊരു വീട് വേണം. നീ എനിക്ക് സ്ഥലം തരികയാണെങ്കിൽ പള്ളീൻ്റെ അടുത്ത് തന്നാൽ മതി, അല്ലേ നീ തരരുത്. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കതൊരു വട്ടായി തോന്നുമെങ്കിലും ഈ 12 വർഷം പള്ളീൻ്റെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന എനിക്കതിൻ്റെ ഒരു ഫീല്, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പം ഞാൻ അതേ ദൈവത്തോട് ആഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളൂ, ദൈവമേ നീ തരികയാണെങ്കിൽ എനിക്ക് പള്ളീൻ്റെ അടുത്തൊരു സ്ഥലം തരണം. അപ്പം ഞങ്ങളങ്ങനെ 10 വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വർഷം കൂടുന്തോറും സെൻറ്റിന് റേറ്റ് കൂടാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. അപ്പോൾ സെൻറ്റിന് 6-7 കൊടുത്ത് സ്ഥലം വാങ്ങുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ 2018 ഒരു 4 സെൻറ്റ് സ്ഥലം, അത് പള്ളീൻ്റെ അടുത്താണ്. ഞങ്ങൾ കരുതി സ്ഥലം വാങ്ങിയിടാം, കയ്യിലില്ല, നമുക്ക് ലോൺ എടുത്ത് വാങ്ങാമെന്ന് കരുതി 2018 ഒരു 4 സെൻറ്റ് സ്ഥലം ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. പക്ഷേ 2018 എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഞങ്ങളോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞൊരു വർഷമായിരുന്നു. ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. 1 മാസത്തിനുള്ളിൽ ദൈവം വലിയൊരു രോഗം എൻ്റെ ഹസ്ബൻഡിന് തന്നു. അതിനെ ഞങ്ങൾ രോഗമെന്ന് ഇന്നവർ വിളിച്ചിട്ടില്ല. അതൊരു വലിയ സമ്മാനമായിട്ടാണ് ഇന്നും കരുതുന്നത്. കാരണം അവിടുന്നാണ് ദൈവത്തിനെ കൂടുതൽ അടുക്കാനും ദൈവത്തിന് എത്ര സ്നേഹം ഞങ്ങളോട് ഉണ്ടായിരുന്നു എന്നറിഞ്ഞ ഒരു വർഷമായിരുന്നു 2018. പക്ഷേ ഒരേ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു സ്ഥലത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തത് 1 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ എന്തിനാണ്, നിന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ അതിന് അഡ്വാൻസ് കൊടുത്തത്, ആ ഒരു 4 സെൻറ്റ് സ്ഥലം നീ എന്തിനാണ് വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തത്? ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ദൈവം ഇന്നേ വരെ എനിക്ക് തന്നതെല്ലാം ബെസ്റ്റാണ്. ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ദൈവം ഉത്തരം തന്നിട്ടുണ്ട്, ഈ ഒരു കാര്യത്തിന് മാത്രം ഉത്തരം തന്നിട്ടില്ല. പക്ഷേ ആ അഡ്വാൻസ് തിരിച്ചു വാങ്ങുമ്പോഴും എനിക്കറിയായിരുന്നു ദൈവം വേറെ എന്തോ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറേ വർഷത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. കാരണം ഹസ്ബൻഡിന് അസുഖം വന്നു, പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റായി, ഞങ്ങളതൊക്കെ അങ്ങ് മറന്നു.
പിന്നെ ഒരു 2022 ഒക്കെ ആയപ്പോഴേക്കും വീണ്ടും ഞങ്ങൾക്ക് ആഗ്രഹമായി വീട് വേണം. പ്രത്യേകിച്ച് ഞാൻ വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാനുണ്ടായിരുന്ന കാരണം എൻ്റെ മക്കളിപ്പോൾ ചെറുതാണ്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഇവരൊക്കെ പഠിച്ച് പുറത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് വീട് വേണ്ട. കാരണം എൻ്റെ മക്കൾ വളരേണ്ടതും കളിക്കേണ്ടതും സ്വന്തം വീട്ടിലാണ്. ചിലപ്പോൾ എൻ്റെ വാശിയായിരിക്കാം, പക്ഷെ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പോൾ ഞാൻ എന്നും ദൈവത്തോട് പറയും, ദൈവമേ എൻ്റെ പിള്ളേർ പഠിച്ച് വലുതാവുന്നതിന് മുൻപ് എനിക്കൊരു വീട് തരണം. പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ സിറ്റിയിലാണ്, അപ്പോൾ തൊട്ടടുത്തൊക്കെ വീടുകളാണ്. അപ്പം ഞങ്ങൾ ദൈവത്തെ നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തൊട്ടടുത്തൊക്കെ വീടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനൊക്കെ ഒരു മടിയാണ്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന്, ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ, അപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. എനിക്കിപ്പോൾ കേക്ക് ബിസിനസ്സാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ട്. അപ്പം ഞാൻ ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ദൈവത്തെ സ്തുതിക്കുക എന്നത് എൻ്റെ ഒരു നോർമൽ ഹാബിറ്റാണ്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞ, ദൈവമേ എനിക്ക് സ്തുതിക്കണമെങ്കിൽ എൻ്റെ ചുറ്റും ആരും കാണരുത്, എനിക്ക് നീയുമായിട്ട് സംസാരിക്കുമ്പോൾ എന്നെ ഡിസ്റ്റർബാക്കി ആരും വരരുത്. അപ്പോൾ അതിനുള്ളൊരു സ്ഥലം നീ എനിക്ക് തരണം. അങ്ങനെ 2022 വീണ്ടും തുടങ്ങി. വീരാജ് പടയിലുള്ള എല്ലാ ബ്രോക്കേഴ്സിനെയും ഞങ്ങൾ കണ്ടു. നിങ്ങളൊന്ന് ഓർക്കണം, കയ്യിൽ പൈസയും പിടിച്ചുകൊണ്ടാണ് സ്ഥലം തേടുന്നത്. എല്ലാവരും കയ്യിൽ പൈസ ഇല്ലാതെ സ്ഥലം തേടുമ്പോൾ ഞങ്ങൾ കയ്യിൽ പൈസ പിടിച്ചുകൊണ്ട് സ്ഥലം തേടുന്നു, സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ സീറോയിൽ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. കാരണം ഞങ്ങളെ കൊണ്ടോ ഒരു ബ്രോക്കേഴ്സിനെ കൊണ്ടോ ഞങ്ങളുടെ ആഗ്രഹം തീരില്ല, അത് നടക്കില്ല എന്ന് 100% ഞങ്ങൾക്ക് മനസ്സിലായ സമയത്താണ് ഞങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നതും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ദൈവം ഞാൻ ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട്, ഈ ഒരു കാര്യം മാത്രം ദൈവം എനിക്ക് തന്നിട്ടില്ലെങ്കിൽ അതിന് കാരണം ദൈവം തൻ്റെ സ്വന്തം അമ്മ വഴി അതെനിക്ക് തരാൻ വേണ്ടി ആയിരിക്കും. അപ്പം ചേട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പോയി ഉടമ്പടി എടുക്കാം. അപ്പം ഞങ്ങൾ 2 പേരും ഒരുങ്ങി ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഒരാളെ ഉടമ്പടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ ഞാൻ എടുക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമല്ലോ. ഞങ്ങൾ 4 പേരും പള്ളിയിൽ പോകുന്നവരാണ്, പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് പോകാൻ പറ്റാറില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ എടുക്കാം. അങ്ങനെ ചേട്ടായി ഉടമ്പടി എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പം ഞങ്ങൾക്കതൊരു പുതിയ അങ്ങനെ തോന്നിയില്ല. കാരണം ഈ 2018 തൊട്ട് ദൈവം ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉടമ്പടി പറഞ്ഞതും. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം അതിലും ഡബിളായി ചെയ്യാൻ തുടങ്ങി. പക്ഷെ 1 മാസം കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഞങ്ങൾ ഒരിതുപോലും ഞങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഞങ്ങൾ നന്നായിട്ട് തന്നെ ഉടമ്പടി ചെയ്യാൻ തുടങ്ങി. വീണ്ടും 1 മാസമായി, ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ദൈവം എന്തെങ്കിലും ഒരു ക്ലൂ ഞങ്ങൾക്ക് തരും. കാരണം ഒരു 10 വർഷം ദൈവം ഞങ്ങളെ കാത്തിരുത്തി അവസാനം അമ്മേൻ്റെ അടുത്ത് കൊണ്ടുവന്നെങ്കിൽ എന്ന് കരുതി 1ാമത്തെ പുതുക്കലിനൊന്നും സംഭവിച്ചില്ല. 3ാമത്തെ പുതുക്കലിൽ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി നീ അല്ലേ വീടിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നേ, എന്നാൽ നീ ഒന്ന് ഉടമ്പടി എടുത്ത് നോക്ക്. അപ്പം ഞാനും വിചാരിച്ചു, അത് ശരിയാണല്ലോ, ഞാൻ ഭയങ്കര ഒരുങ്ങിയാണ് ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാൻ 2ാമത്തെ പുതുക്കാൻ വന്നപ്പോൾ ഹസ്ബൻഡ് പുതുക്കിയില്ല, ഞാൻ ഉടമ്പടി എടുത്തു. അവിടെ നിന്നായിരുന്നു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി 9ാമത്തെ ദിവസം ഒരു സ്ഥലത്തിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കുകയാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് 2018 4 സെൻറ്റ് ദൈവം എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തപ്പോൾ 2022 എനിക്ക് 8 സെൻറ്റായി തിരിച്ചു തന്നു. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത് ഒരു ലേഔട്ടിൻ്റെ ഉള്ളിൽ ഒരു 4 സെൻറ്റ് സ്ഥലമാണെങ്കിൽ ഇന്ന് ദൈവം എനിക്ക് തന്നത് മെയിൻ റോഡിൽ കോർണർ സൈറ്റ്, 2 സൈഡിലും റോഡ്, ഇന്നൊരു സൈഡിൽ വീടാണ്. ആ വീട് ഞങ്ങളുടെ വീടിനേക്കാളും താഴെയാണ്. ഇന്നൊരു സൈഡിൽ ഒരു വലിയ മതിൽ. അതായത് എനിക്ക് 4 സൈഡിലും ഒരു ശല്യവുമില്ല. എനിക്ക് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും ഇരുന്ന് സ്തുതിക്കാം, എൻ്റെ ദൈവവുമായിട്ട് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ ആഗ്രഹിച്ചതുപോലെ ദൈവം എനിക്ക് തന്നു. ഇനി ഒന്നെന്ന് പറയുന്നത്, അന്ന് ഞാൻ കണ്ടിരുന്ന 4 സെൻറ്റിൽ നിന്ന് എനിക്ക് ചർച്ചിലോട്ട് നോക്കിയാൽ കുരിശിയെ കാണത്തുള്ളൂ. ഇന്ന് ഞാൻ വീട് വെച്ചിരിക്കുന്ന സൈറ്റിൽ നിന്ന് ഏത് മൂലയിൽ നിന്ന് നോക്കിയാലും ചർച്ച് മുഴുവനായിട്ട് കാണാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളതിനെ ഹെവൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ദൈവം ഞങ്ങൾക്ക് തന്നിയ സ്വർഗമാണത്. അതിൽ ഞങ്ങൾ വീട് പണി തുടങ്ങി, രജിസ്ട്രേഷനായി. കഴിഞ്ഞ വർഷം 2024 ജാൻ 9 സ്റ്റാർട്ട് ചെയ്തത്. വിത്തിൻ 10 months അതേ ഇയർ തന്നെ നവംബർ 16 ഈ കഴിഞ്ഞ നവംബർ 16 ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങളുടെ വീട് പണി നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വലിയൊരു ഇതുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്, ഞങ്ങളുടെ കയ്യിലൊരു എമൗണ്ട് ഉണ്ട്,
ആ എമൗണ്ട് കൊണ്ട് സ്ഥലം വാങ്ങണം. പുള്ളിക്കാരൻ ലെക്ചറർ ആയതുകൊണ്ട് ലോണ് കിട്ടും. അപ്പോൾ ആ ലോണ് കൊണ്ട് വീട് വെക്കണം. പക്ഷേ ദൈവം അവിടെ വലിയൊരു പരീക്ഷണം ഞങ്ങൾക്ക് തന്നു. കാരണം ദൈവത്തിനറിയാം, അങ്ങനെ ചെയ്താൽ ഭാവിയിൽ എന്തായാലും നീ ചോദിക്കും ഇവിടെ എൻ്റെ റോൾ എന്തായിരുന്നു. അതുകൊണ്ട് ദൈവം ഞങ്ങളോട് ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും അതിൻ്റെ ഇരട്ടി പൈസ ഞങ്ങൾക്ക് സ്ഥലത്തിന് കൊടുക്കേണ്ടതായി വന്നു. അതായത് കയ്യിലുണ്ടായിരുന്ന പൈസയും ലോണിൻ്റെ പകുതിയും ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ നിക്ഷേപിച്ചു. ഇനി വീട് പണി പൂർത്തിയാക്കാൻ പൈസയില്ല, സ്ട്രക്ചർ വർക്ക് വരെ പോകും. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, പോണോ വേണ്ടയോ? ഒറ്റ കാര്യമുള്ളൂ ദൈവമേ, ഞാൻ പണി തുടങ്ങുകയാണെങ്കിൽ അത് എത്രാമത്തെ മാസം കഴിയുന്നു ആ മാസം വരെ ഒരു ദിവസം പോലും എനിക്ക് പണമില്ല എന്ന പേരിൽ എനിക്ക് പണി നിർത്തിവെക്കാൻ പറ്റരുത്. അങ്ങനെ ഒരു ഉറപ്പ് തരുവാണെങ്കിൽ മാത്രം ഞാൻ വീട് പണി തുടങ്ങാം, ധൈര്യമായിട്ട് ചെയ്തോളാം. മാതാവ് എന്നോട് പറഞ്ഞു. അങ്ങനെ ജാനുവരിയിൽ പണി തുടങ്ങി. നവംബറിൽ പൂർത്തിയാക്കുമ്പോൾ ഒരു ദിവസം പോലും പൈസ മുടക്കമായിട്ട് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ അത് എവിടെ നിന്ന് വന്നു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കാരണം സ്ട്രക്ചർ വർക്ക് വരെയുള്ള പൈസ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. ഞങ്ങളുടെ ആയുസ് മുഴുവൻ സമ്പാദിച്ചത് ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ നിക്ഷേപിച്ചു. ബാക്കി പണം എവിടെ നിന്ന് വന്നു എന്ന് ഇപ്പം ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തരായി സഹായത്തിനായിട്ട് വന്നു. ഞങ്ങളുടെ ആക്ച്വലി ഹസ്ബൻഡ് ഒരു കോൺവെൻറ്റിലാണ് ജനിച്ചു വളർന്നതെല്ലാം. അപ്പം ഞങ്ങൾക്ക് അമ്മമാരെന്ന് പറയുന്ന ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് വന്നു. ദൈവം ഓരോരുത്തരും ഒരുക്കി കൊണ്ടുവന്നു. വിത്തിൻ 10 months നല്ലൊരു ഭവനം എന്നല്ല, അതിന് കൊട്ടാരം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം 10 വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പായിരുന്നു. വലിയൊരു കൊട്ടാരം തന്നെ, 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു വീട് ഞങ്ങൾക്ക് ദൈവം തന്നു. ഇന്ന് ഞങ്ങൾ ആ വീടിന് പേരിട്ടിരിക്കുന്നതും കൃപാസനം എന്നാണ്. കാരണം ആ വീടിന് ആ പേരല്ലാതെ വേറെ ഒന്നും യോജിക്കത്തില്ല. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഒത്തിരി പ്രാർത്ഥനകൾ, നേർച്ചകൾ, നോമ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിന് വേണ്ടി. പക്ഷേ എനിക്ക് ഉത്തരം തന്നത് ഈ ഭൂമിയിൽ വന്നപ്പോൾ എൻ്റെ മാതാവാണ് എൻ്റെ യേശുനാഥനിൽ നിന്ന് അതെനിക്ക് വാങ്ങിത്തന്നതിന്. അതിനൊരായിരം നന്ദി പറയുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് 9ാമത്തെ ദിവസം സൈറ്റ് വാങ്ങി അന്ന് തൊട്ട് വീട് പണി കഴിയുന്ന അന്നേ ദിവസം വരെ എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഉപ്പും തൈലും എടുത്ത് ഞങ്ങൾ സൈറ്റിൽ പോവുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആ സൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഉപ്പിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സൈറ്റാണ്. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, അതായിരുന്നു ഞങ്ങളുടെ ശക്തി. വേറെ ഒന്നും ഞങ്ങൾക്ക് സഹായത്തിന് വേറെ ആയാലും ഒന്നുമില്ല. അപ്പം എല്ലാ ദിവസവും തൈലും ഉപ്പും ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ റൂമിലും ഓരോ ചുമരിലും ഓരോ കല്ലിലും ഉണ്ട് ഇവിടുത്തെ സ്വാധീനം. കാരണം ഉപ്പുണ്ട്, തൈലമുണ്ട്, കാശുരൂപം ഇട്ടിട്ടുണ്ട്. അങ്ങനെ കെട്ടിപ്പണിതെടുത്ത ഒരു കൃപാസനം തന്നെയാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീടിന് കൃപാസനം എന്ന് പേരിട്ടത്. ഞാൻ 1000 നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞത് ഇതിൽ ഞങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പത്രം ഞങ്ങൾക്കറിയായിരുന്നു, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോഴേ അറിയായിരുന്നു ഏറ്റവും പവർഫുള്ളായ ഒരു ടൂളാണത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും ചെയ്യുന്ന പോലെ വേണ്ട, കുറച്ചും കൂടി എന്തെങ്കിലും ഒരു മാറ്റത്തിൽ നമുക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ വരാം, അല്ല കർണാടകയിൽ കൊടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഒരു 3 കെട്ട് പത്രം വാങ്ങി ഞങ്ങൾ കേരളത്തിൽ വന്ന് എല്ലാ ബസ് സ്റ്റാൻഡുകളിലും കയറി കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം കുറേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ നോക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്ന ചേട്ടന്മാരാണ് വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ കൊടുക്കാം. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആ ടൈമിൽ ഹസ്ബൻഡ് ഒരു കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ നാണമുണ്ടോ ഒന്നൊന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പക്ഷേ ഒരു നാണമില്ലാതെ എല്ലാ പത്രങ്ങളും കൊടുത്തെടുത്തത് ഹസ്ബൻഡാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ചെന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നി രോഗികൾക്ക് കൊടുക്കണം. അപ്പം വെറുതെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ നാട്ടിൽ സിസ്റ്റേഴ്സിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പാലിറ്റീവ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞാനൊരു ദിവസം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ കർണാടകയിൽ നിന്ന് ഇവിടെ വന്ന് പത്രം വാങ്ങി ഞങ്ങളുടെ കാറും എടുത്തുകൊണ്ട് വന്ന് ഒരു ദിവസം മുഴുവൻ സിസ്റ്ററേയും കൂട്ടി ഞങ്ങളുടെ ഉപ്പും പത്രവും എല്ലാം എടുത്തുകൊണ്ട് എല്ലാ രോഗികളുടെ വീട്ടിലും പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്നുള്ളത് ചേട്ടൻ്റെ കോളേജിലെ ഒരു സംഭവമാണ്. അത് ചേട്ടൻ തന്നെ പറയുന്നതാണ്. കൃപാസന മാതാവ് വഴി ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് ജോമോൻ. ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ്. 2022 എൻ്റെ കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥലം മാറി പോയപ്പോൾ ആ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്നെയായിരുന്നു. അതിന് ഒരു യോഗ്യതയും എനിക്കുണ്ടായിരുന്നില്ല. കാരണം അവിടെ കന്നഡ ഭാഷയായിരുന്നു മെയിനായത്. പിന്നെ എന്നെക്കാളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി ലെക്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം എന്നിലൂടെ ആ കോളേജ് മുന്നോട്ട് പോകാനായിരുന്നു.
അതുകൊണ്ട് ഈ ബലഹീനായി എന്നെ എനിക്കത് സാധിക്കുമോ എന്ന് ഞാൻ ഈശോയോട് എപ്പോഴും ചോദിക്കുമായിരുന്നു. എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ രാവിലെ 6:30 ആരാധനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അരമണിക്കൂർ ആരാധനയും അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരണവും കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും കോളേജിലേക്ക് പോകുന്നത്. ഓരോ ദിവസവും ആരാധനയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞാൻ കോളേജിനെയും കോളേജിലെ സ്റ്റുഡൻസിനെയും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2022 അധ്യയന വർഷത്തിലെ വാർഷിക പരീക്ഷയിൽ ആ ജില്ലയിലെ 64 കോളേജുകളിൽ നിന്നും എൻ്റെ കോളേജിന് 100% വിജയം നേടിത്തന്ന എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പത്രങ്ങൾ ഹോസ്പിറ്റലിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എന്ന് വേണ്ട നാം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 3 മണിക്കൂർ അകലെയുള്ള മൈസൂർ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിൽ വരെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിക്കുകയും ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളെയും പരിചരിക്കുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:21 അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. കർണാടകയിൽ നിന്ന് തങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥനയോടും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളോടുമൊക്കെ മുമ്പോട്ട് പോയ കുടുംബമാണെന്നും തങ്ങൾ ഒത്തിരിയേറെ നേർച്ചകളൊക്കെ സമർപ്പിച്ചു. തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, പലയിടത്തും പോയി പ്രാർത്ഥിച്ചു. 10 വർഷമായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം നടന്നതിൻ്റെ അനുഭവമാണ് നാം കേട്ടത്. അതിൻ്റെ വഴികൾ ഒത്തിരിയേറെ ഉണ്ട്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യത്തിലൂടെ നാം കേട്ടതാണ്. ആദ്യം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു, പിന്നീട് വൈഫ് ഉടമ്പടി എടുത്ത് 9ാമത്തെ ദിവസം സ്ഥലം വാങ്ങുവാനിടയായി. എന്തായിരുന്നു ഇവർക്ക് ഇത്രയേറെ താമസിക്കാനുണ്ടായ കാരണം? അതായത് പള്ളിയോട് അടുത്ത് തന്നെ തങ്ങൾക്കൊരു ഭവനം വേണം. അതായിരുന്നു ഏറ്റവും ഡിമാൻഡായിട്ട് ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പള്ളിയോടടുത്ത് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്ന ഭവനം എത്രമാത്രം പള്ളിയോടടുത്താണെന്നും, അതായത് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കുവാനായിട്ട് ഈ ദമ്പതികൾ ഒരിക്കലും അതിന് അല്ല, അതായത് അത് ഒരിക്കലും മുടങ്ങരുത്, അതായിരുന്നു ഇവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വീട് തങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, അങ്ങനെ തന്നെ ലഭിച്ചു. ഇതിനൊക്കെ അതുപോലെ ഓരോ നേർച്ച വസ്തുക്കളുടെയും ഉപയോഗം, ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ കുതിർന്ന വീട്, അതാണ് ഈ മകളിവിടെ പങ്കുവെച്ചത്. അങ്ങനെ തങ്ങളുടെ വീടും അതുപോലെ തങ്ങൾക്ക് എന്താണ് വിശേഷ വിധിയായിട്ട്, അതായത് മത്തായി ശ്ലീഹായുടെ വിശുദ്ധ സുവിശേഷം 5 തിരുവചനങ്ങൾ 47 മുതലുള്ള തിരുവചനങ്ങളിൽ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. ഈശോയുടെ ഈ ഒരു നിലപാട് തങ്ങൾ വിശേഷവിധിയായിട്ട് പിന്നെ ചെയ്ത കാര്യങ്ങളാണ് ഉടമ്പടിയിൽ. അതുവരെയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറേ കൂടി വ്യക്തതയോടെ തീഷ്ണതയോടെ തങ്ങൾ പൂർവാധികം ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ തങ്ങൾക്ക് ലഭിച്ച കൃപകൾ, കോളേജിൽ 100% വിജയം, അവിടെയുള്ള മറ്റ് 64 കോളേജുകളിലും വെച്ച് തൻ്റെ കോളേജിന് വിജയം ലഭിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയറുണ്ട്, ഒരു ഫീഡിംഗ് പ്രെയർ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ തെദേവും എന്ന പുസ്തകത്തിലുണ്ട്. അച്ഛൻ പോകുന്ന വഴിയെല്ലാം, അതായത് തിരുവനന്തപുരത്തിന്, കോട്ടയത്തിന്, ഇതൊക്കെ എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജപമാലകളുടെ ദൂരമാണ്. ആ ദൂരമാണ് അച്ഛന് തിരുവനന്തപുരത്തിനുള്ളത്, അല്ലെങ്കിൽ കോട്ടയത്തിനുള്ള, എവിടേക്ക് പോയാലും അത് തന്നെ. അപ്പോൾ
തൻ്റെ ഓരോ യാത്രകളിലും ജപമാലകളാണ് അച്ഛൻ ഫീഡിങ് പ്രെയറായിട്ട് തൻ്റെ ജീവിത വഴികളെ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പോയിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി രാവിലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം തുടങ്ങുന്ന ദിവസം അച്ഛൻ ആശീർവദിച്ച് ആ പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോകുന്നു. ഈ മക്കൾ തങ്ങളുടെ ജീവിതത്തിലും തങ്ങളും ഇത് ഒരു ഫീഡിങ് പ്രെയറായിട്ട് അവരുടെ ജീവിതത്തെ അവരും സമർപ്പിച്ചു. എല്ലാം ഓരോ ദിവസവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തോടൊത്തുള്ള യാത്ര അതിന്ന് ഈ അൾത്താരയിൽ സഫലമായി തങ്ങൾക്ക് വന്ന് തങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ വന്ന് സാക്ഷ്യം പറയുവാനൊക്കെ കൃപ ലഭിച്ചു. ജോലി മേഖലകളിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്. തൻ്റെ കോളേജിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഈ മകൻ പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നൂറുമേനി വിളവായിട്ട് എങ്ങനെയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നാണ് നാം കേട്ടത്. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവിലല്ല. അതിൻ്റെയൊക്കെ തക്ക സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ലഭിക്കുന്നുണ്ട്. നാം അതിനോട് കുറച്ചും കൂടെ ബോധത്തോടെ ബോധ്യമുള്ളവരാകുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മികവുണ്ടാകും, തീഷ്ണതയുണ്ടാകും. അത് നാം ബോധ്യമുള്ളവരാകും. ഈ കുടുംബത്തെ സമർപ്പിച്ച് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ ഈ അൾത്താരയിൽ പരിശുദ്ധമായ അൾത്താരയിൽ എനിക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മേരി സ്റ്റെല്ല. എൻ്റെ സ്ഥലം മുതിയൻകുളങ്ങര ഇടവക കർമ്മല മാതാ ദേവാലയം. ഞാൻ 2023 ജനുവരി 24 ഉടമ്പടി എടുക്കാൻ ആദ്യമായി വന്നത്. ഈ ഉടമ്പടി എടുത്ത് പോയി 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടബാധ്യത മൂലമാണ് ഉടമ്പടി എടുക്കാൻ കാരണമായത്. ഞങ്ങൾക്കൊരു കടയുണ്ടായിരുന്നു. കടയിൽ നിന്നാണ് ഈ കട മുഴുവനും വന്ന് കയറിയത്. പലിശയ്ക്ക് പൈസ എടുത്തും അത് സാധനങ്ങൾ മേടിച്ചിട്ട് വിൽക്കാതായപ്പോൾ വൻ നഷ്ടം കയറി 12 ലക്ഷം രൂപ വരെ കടം വരെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീടും വസ്തുവും വിൽക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്കൊരു വീടില്ല. ഒരു കുഞ്ഞു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. റോഡ് സൈഡാണ് വീട്. ആ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഉപ്പും വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി വീടിൻ്റെ 4 സൈഡ് ഇട്ടിട്ട് ഞാൻ ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞ് വസ്തു കൊടുത്ത് കടം തീർക്കാം, ആൾക്കാർ വീട്ടിൽ വന്ന് ഭയങ്കര വഴക്കാണെന്ന്. അങ്ങനെ അയാൾ വന്ന് ഒരാളെ കൊണ്ടുവരികയും നല്ല രീതിയിൽ തന്നെ കച്ചവടം നടക്കുകയും ഞങ്ങൾക്ക് 1 മാസത്തിൻ്റെ അകത്ത് തന്നെയാണ് ആ കച്ചവടം നടന്ന് കടം വീട്ടാനും സാധിച്ചു. അതിനുശേഷം 23 വർഷമായിട്ട് ഞങ്ങൾക്ക് ഭവനം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാശ് കൊണ്ട് ഒരു ഭവനം വയ്ക്കുവാനും കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഭവന ആശീർവാദം നടത്തുവാനും ഭാഗ്യം ലഭിച്ചു. രണ്ടാമതായി എനിക്ക് 20 വർഷമായിട്ട് വെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. കാശിൻ്റെ ദാരിദ്ര്യം മൂലം ആശുപത്രിയിലൊന്നും പോകേണ്ട സാധ്യതയില്ലായിരുന്നു. ഞാനത് എനിക്ക് എല്ലാ പ്രാവശ്യം ചർച്ചയിൽ പോകാനോ ഞായറാഴ്ചകളിൽ പോകാൻ പോലും പറ്റില്ല. ഞാൻ നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയ 85-ാം ദിവസം തന്നെ എനിക്ക് ഈശോയെ ദർശനം കാണുവാൻ സാധിച്ചു. ഈശോ 2 കരവും വിരിച്ച് വെള്ള വസ്ത്രം ധരിച്ച് ചിരിച്ച് എൻ്റെ തലയുടെ പുറകെ വന്ന് നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മകളെ നീ ഭാരപ്പെടേണ്ട, നിൻ്റെ ഭാരങ്ങളെല്ലാം മാറിപ്പോവും, ഞാൻ കൂടെയുണ്ട്, നീ എൻ്റെ ദേവാലയത്തിൽ 6 മണിയാകുമ്പോൾ വരണമെന്ന്. ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോൾ 3:30 മണിയായി രാവിലെ. ഞാൻ എന്ന് എണീക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും. കാല് വേദനിച്ച് തറയിൽ ഊന്നാൻ പറ്റത്തില്ല. അന്ന് എനിക്ക് ഒരു വേദന അനുഭവപ്പെട്ടില്ല. ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ എന്തോ ഒരു വലിയ ഭാരം മാറിപ്പോയതുപോലെ. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ ഒരു ഞരമ്പിൻ്റെ തടിപ്പ് പോലും എനിക്ക് കാണാനില്ല. കാല് നല്ല സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് കാല് നടക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് 20 വർഷമായിട്ട് മാറാതിരുന്ന എൻ്റെ വെരിക്കോസിൻ്റെ അസുഖം അന്ന് എനിക്ക് മാറിക്കിട്ടി. അതിനുശേഷം ഇതുവരേക്കും അങ്ങനെ ഒരു വേദനയോ ബുദ്ധിമുട്ടോ എനിക്ക് അനുഭവപ്പെട്ടില്ല. മൂന്നാമതായി എൻ്റെ ഭർത്താവിന് ഏപ്രിൽ മാസം 30-ാം തീയതി രാത്രി 11:30 മണിയായപ്പോൾ ഒരു നെഞ്ചുവേദന വന്നു. നെഞ്ചു വന്നപ്പം ആൾ ഡ്രൈവറാണ്, വണ്ടി പോണ ആളാണ്. അപ്പം സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്നത് കറക്റ്റ് സമയമല്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഗ്യാസ് കൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്, പേടിക്കേണ്ടതെന്ന്. എന്നാൽ ശരീരം എല്ലാം വേർത്ത് കയ്യിൽ ദേഹത്ത് തൊടാനൊന്നും സമ്മതിക്കുന്നതുമില്ല. ഞാൻ ഈശോയുടെ ഉപ്പും തൈലവും പുരട്ടി കൊടുത്ത് ജവമാലയും ചൊല്ലി ആശുപത്രി പോകാമെന്ന് വിളിച്ചാൽ വരികയില്ല. എനിക്ക് കുഴപ്പമില്ല, മാറും എന്ന് പറഞ്ഞ് രാവിലെ 2:30 മണി വരെ ആ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഇച്ചിരി മാറ്റമുണ്ട്, വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. പിറ്റേന്ന് രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അറ്റാക്കാണ് വന്നത്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും നേരം വെച്ചുകൊണ്ടിരുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗ്യാസിൻ്റെ ഇതാണെന്നാണ് പറഞ്ഞ് എനിക്കറിയില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ ഉപ്പും തൈലവും കൊടുത്ത് അത് മുഖേനയാണ് ഈ വേദന കുറച്ച് മാറിയെന്ന് പറഞ്ഞു.
അവിടെ നിന്ന് 10 ദിവസം വരെ അവിടെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അവിടെ അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ പറഞ്ഞ് 5 ഗ്രാഫ് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ ദിവസവും എണ്ണയും ഇട്ട് തൈലവും പൂച്ചിട്ട് ജപമാല ചൊല്ലി പറയുമായിരുന്നു, എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പവും വരാൻ പാടില്ല. അമ്മ മാതാവിലെ എനിക്ക് തന്നത് ഈ ജീവിത പങ്കാളിയെ എൻ്റെ മരണകാലം വരെയും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചു. അത് ഫലമായിട്ട് 5 ഗ്രാഫും ചെയ്യേണ്ടി വന്നില്ല. പിന്നത്തെ ടെസ്റ്റുകളിലെല്ലാം നോർമലായി. അങ്ങനെ ഞാനിവിടെ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ് ഇവിടെ സാക്ഷി പറയണം, അസുഖം മാറി കിട്ടുമെന്ന്. അങ്ങനെ സന്തോഷിച്ച് ഇരുന്ന് 1 വർഷം 1 മാസമായപ്പോൾ വീണ്ടും രണ്ടാമതൊരു അറ്റാക്ക് വന്നു. അത് ഞങ്ങളൊരു ആ വീട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ വാർക്കയ്ക്കായിരുന്നു. ഇവർക്ക് ശരീരമെല്ലാം വേദനിച്ച് വേർത്ത് ആൾ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഞങ്ങൾ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരക്കുളത്ത് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ കാർട്ടിൻ്റെ ഡോക്ടറില്ല. അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഞാനങ്ങനെ മാതാവ് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിട്ട് മാതാവിൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ടുവന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, കാശ് രൂപ പോക്കറ്റിൽ കിടക്കയില്ലേ, എടുക്കുമെന്ന്. ഞാനെന്ത് ചെയ്ത് പെട്ടെന്ന് ഓടിച്ചെന്ന് ആ കാശ് രൂപ എടുത്ത് ചേട്ടൻ്റെ നെറ്റിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ്, മാതാവേ ഇനിയെല്ലാം അമ്മയുടെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. BP 20 വരെയായി, ആൾ നല്ല കറുത്ത്, മക്കളെല്ലാം കാണാനൊക്കെ കേട്ട് സംസാരമൊക്കെ എല്ലാം മാറി. എൻ്റെ മനസ്സിനകത്ത് കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ അമ്മയോട് ആദ്യത്തെ അറ്റാക്കിൽ ചോദിച്ചതല്ലേ എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ പങ്കാളിയെ തരണമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഈ കാശ് രൂപം വയ്ക്കുകയും BP കൂടാൻ, സെക്കൻഡ് കൊണ്ട് BP കൂടാൻ തുടങ്ങി. BP കൂടി 20ആയി, 40ആയി, 80ആയി. 80ആയപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ് നമുക്കിത് നോർമലായോ എന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്കി പറഞ്ഞ് ഇപ്പോൾ അത് നെഗറ്റീവായി, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ മകനെ വിട്ട് വീട്ടിൽ നിന്ന് തൈലവും ഉപ്പും എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ICUവിൽ 6 ദിവസം ഉണ്ടായിരുന്നു. 6 ദിവസമായിരുന്നു. ഡോക്ടർ അന്ന് രാത്രി തന്നെ പറഞ്ഞു 5 ഗ്രാഫ് ചെയ്യണം, ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, ഹാർട്ടിൻ്റെ തൊട്ട് താഴെയാണ് അറ്റാക്ക് വന്നത്, ബ്ലോക്കായത്, അത് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, നിങ്ങൾ 5 ഗ്രാഫ് ചെയ്തേ പറ്റുള്ളൂ എന്ന്. ഞാൻ മനസ്സിൽ ഈശോയോട് പറഞ്ഞു, മാതാവേ ഈശോയെ നീ എനിക്ക് തന്ന ജീവിതം, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ശരീരത്തിലൊരു കീറലോ പോറലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. എൻ്റെ ഭർത്താവിന് യാതൊരു ആപത്തും വരാൻ പാടില്ല, ഒരു കീറലും വയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഈ ജപമാല ചൊല്ലി തീർന്ന് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഡോക്ടർ വിളിച്ചപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനി എന്തിനാണാവോ എന്ത് പറ്റിയോ ഒരു പിടുത്തയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 ഗ്രാഫ് ചെയ്യാൻ പറ്റുകയില്ല എന്ന്. ഞാൻ ചോദിച്ചു എന്ത് ഡോക്ടർ, എന്ത് കുഴപ്പമുണ്ടോ? അപ്പോൾ പറഞ്ഞു ബ്ലഡ് സർക്കുലേഷൻ്റെ പവർ കുറവാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല, അത് പോയിട്ട് കിഡ്നിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചത് ഡോക്ടർ കല്ലുണ്ടായിരുന്നു അതിൻ്റെ ഇതാണോ ചോദിച്ചാൽ പറഞ്ഞ് അതിൻ്റെ ഇതൊന്നുമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഡിസ്ചാർജായി പോയതിന് ശേഷം എത്രയും പെട്ടെന്ന് കിഡ്നി ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന്. അവിടെ നിന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷം ഞാൻ കിഡ്നി ഡോക്ടർ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പം ആ ഡോക്ടർ പറഞ്ഞ് നിങ്ങളൊരു CT സ്കാനിങ് എടുത്തിട്ട് വരികയെന്ന്. CT സ്കാനിങ് എടുത്തിട്ട് പോയപ്പം ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എന്തായാലും കിഡ്നിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ കല്ലിൻ്റെ ഏതാണോ എന്ന് ആ ഡോക്ടറെ അടുത്തും ചോദിച്ചു. ആ ഡോക്ടർ പറഞ്ഞ് കല്ലിൻ്റെ ഒന്നുമല്ല, കിഡ്നിയിൽ ക്യാൻസറാണ്, 2 കിഡ്നിയിലും ആയിപ്പോയി എന്ന്. ഞാനങ്ങനെ മനസ്സുകൊണ്ട് ഒരു വേദന തീർന്ന് അടുത്ത ഉടനെ കൂടെ വരുന്നല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലൊന്നും വിചാരിച്ചില്ല. മനസ്സിൽ ചിന്തിച്ചു മാതാവേ ഇനി കിഡ്നിക്ക് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് അറിയില്ല, അപ്പോൾ ക്യാൻസർ അല്ലേ, ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ ജീവിതം എന്താകുമെന്ന് ഒരു നിമിഷം അവിടെ ഇരുന്ന് സ്റ്റക്കായി പോയിട്ട് ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ച് ഒരുപാട് ബാധിച്ചോന്ന് ചേട്ടാ. ഡോക്ടർ പറഞ്ഞ് 2 കിഡ്നിയുടെയും ആ വാൽവ് പോലെ വരുന്ന ആ സൈഡ് മുഴുവനും അങ്ങ് ആയിപ്പോയെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇത് ഓപ്പറേഷനോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ചെയ്ത് കഴിഞ്ഞാൽ ആ കിഡ്നിയിൽ ബ്ലഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടെന്നും ഇല്ലെന്നും പറയുമെന്ന്. എന്നിട്ട് അയാൾ പറഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ MRI സ്കാനിങ് എടുത്തിട്ട് വരണമെന്ന്. ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്ന് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എഴുതി വാങ്ങിച്ച് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞ് സൈത്ത് പൂസിയിട്ട് അച്ഛൻ പറഞ്ഞ് കുഴപ്പമില്ല മാറിക്കിട്ടുമെന്ന്. ഞാൻ തിരിച്ച് ആ സ്കാൻ പേപ്പർ മാതാവിൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു മാതാവേ ഈ സ്കാൻ ചെയ്യുമ്പോൾ ഇതിൽ ഒരു കുഴപ്പമില്ലാതിരിക്കണം. ആദ്യത്തെ അറ്റാക്ക് വന്നപ്പോഴേ അച്ഛൻ പറഞ്ഞ് സാക്ഷി പറയണം, അത് പറയണതിന് മുമ്പാണ് അടുത്ത അറ്റാക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് തീർച്ചയായും സാക്ഷി പറയുവാൻ കണക്കാക്കി. അമ്മ മാതാവ് ആദ്യത്തെ അറ്റാക്ക് വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, അപ്പോഴും പറഞ്ഞില്ല എന്നാണ് ഡോക്ടർ ചോദിച്ചതില്ല. അപ്പോൾ രണ്ടാമത്തെ അറ്റാക്ക് ഈ അസുഖം ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ടാമത്തെ അറ്റാക്ക് അമ്മ മാതാവ് തന്നത്. ഞാൻ സന്തോഷമായിട്ട് സ്വീകരിച്ച് എനിക്ക് ഇതിൽ നിന്ന് മോചനം തരണം, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരാൻ പാടില്ല, ഈ
സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറയാൻ വേണ്ടി മാതാവേ അനുഗ്രഹം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പോയി. രണ്ടാമത് പോയി MRI സ്കാനിങ് എടുത്ത് വേറെ 2-3 ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ വാങ്ങി കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് CT സ്കാനിലുണ്ടായിരുന്ന ഒരു രോഗവും ഈ MRI സ്കാനിൽ കാണാനില്ല, ക്യാൻസർ പൂർണ്ണമായും മാറിയിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, എന്ത് മിറാക്കിളാണ് സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു അമ്മ മാതാവിൻ്റെ പള്ളിയിൽ പോകുന്നുണ്ട്, അവിടുത്തെ ഉപ്പും തൈലവുമാണ് ഇതിന് മിറാക്കിളായത്, ഞാനത് എല്ലാ ദിവസവും ഇട്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, അതനുസരിച്ച് എനിക്ക് അസുഖം മാറി കിട്ടി. അങ്ങനെ അമ്മ മാതാവ് വലിയ ഒരു അസുഖത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണ വിടുതല നൽകുകയും എൻ്റെ കുടുംബം ഇന്ന് സന്തോഷത്തോടുകൂടെ ഇരിക്കുകയും 23 വർഷം കൊണ്ട് ഭവനമില്ലാത്ത എനിക്കൊരു ഭവനം കിട്ടുകയും എല്ലാ ഞങ്ങളെ ദൈവം സന്തോഷത്തോടുകൂടെ അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങി വീടാന്തോറും നടന്ന് ബസ് കയറി ചെന്നിറങ്ങി ഓരോ വീടുകളിലും മാതാവിനെ പറഞ്ഞു കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അനാഥാലയങ്ങളിലും ചോറും ആശുപത്രികളിൽ ചോറ് കൊണ്ടു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന കാശ് ഇല്ലാത്തൊരു കാശ് കൊടുത്ത് സഹായിക്കുക, എന്നാലാവുന്ന വിധത്തിലെല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതനുസരിച്ച് എനിക്ക് ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, ആരെന്ത് പറഞ്ഞാലും ക്ഷമയോടുകൂടെ കേട്ട് നിൽക്കാനുള്ളൊരു മനസ്സ് മാതാവ് എനിക്ക് തരികയും സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു അനുഗ്രഹം തരികയും ചെയ്ത ഈശോയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 72, 12, 13 തിരുവചനങ്ങൾ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവന് അവൻ രക്ഷിക്കുന്നു. മേരി സ്റ്റെല്ല എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നല്ല കടബാധ്യതകളിലൂടെ കടന്നുപോയ കുടുംബം അവസാനം കടബാധ്യത വീട്ടുന്നതിന് വേണ്ടി കുടുംബം വരുന്ന വീടുൾപ്പെടെ വിൽക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. വലിയ ക്ലേശത്തിലൂടെയാണ് അത്രയും സങ്കടകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയതെങ്കിലും അമ്മ മാതാവ് അവിടെ സംരക്ഷിക്കുകയും കടബാധ്യതകൾ വീട്ടുവാനായിട്ട് കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് സഹോദരി 3 രോഗസൗഖ്യങ്ങളെയും മാതാവിൻ്റെ സംരക്ഷണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തത് 20 വർഷത്തോളമായി ഉള്ള വെരിക്കോസിൻ്റെ അസുഖം സഹോദരിക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലും സന്ദേശത്തിലും സൗഖ്യം നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഹൃദ്രോഗത്തിന് സഹോദരന് 2 തവണയുണ്ടായ അറ്റാക്കും അത് അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ അത് സൗഖ്യത്തിലേക്ക് മകനെ നയിക്കുകയും ശരീരത്തെ ബലപ്പെടുത്തുകയും സാമ്പത്തിക ഞെരുക്കങ്ങളില്ലാതെ ചികിത്സ ചെയ്യുവാനായിട്ട് സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. കിഡ്നി സംബന്ധമായ രോഗത്തിലേക്ക് പെട്ടെന്ന് അറിയുകയും അത് ഏറെ ആകുലതകൾ നൽകുകയും ചെയ്തപ്പോൾ അതും പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണയാൽ അതിനും സൗഖ്യം നൽകിയതിനെയും കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. വളരെ പ്രത്യേകിച്ച് സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബത്തിൻ്റെ ഔഷധവും ലേപനവും അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളായിരുന്നു. ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, അവയോടുള്ള സവിശേഷമായ വിശ്വസ്തതയും വിശ്വാസപൂർവകമായ ഉപയോഗവും ആവർത്തിച്ച് മകൾ പറയുന്നുണ്ട്. ഉടമ്പടി കാശുരൂപം ഏറെ രോഗാവസ്ഥ ഗുരുതരമായപ്പോൾ നെറ്റിത്തടത്തിൽ ഒട്ടിച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് ജീവിത പങ്കാളിയെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ധൈര്യത്തെയും മകൾ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമുക്ക് ആത്മധൈര്യത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടി ജീവിതം നമ്മൾ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ ഈശോയുടെ അരികിലുള്ള സ്വാധീനത്തെയും ഈശോയിൽ നിന്ന് കൃപ നേടിത്തരുവാനുള്ള അമ്മയുടെ വലിയ സാന്നിധ്യത്തെയും ശക്തിയെയും നമുക്ക് പ്രകടമാക്കി തരുന്ന അവസരങ്ങളുമാണ്. ഈ ജീവിത പങ്കാളി ഗുരുതരമായ രോഗാവസ്ഥയിൽ ഏറെ ക്ലേശിച്ച ഓരോ നിമിഷവും പ്രത്യേകമായിട്ട് നേർച്ചവസ്തുക്കളുടെ ഉപയോഗവും അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവുമാണ് സൗഖ്യത്തിലേക്കും സമാശ്വാസത്തിലേക്കും കുടുംബത്തെ നയിച്ചതെന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്ലേശാനുഭവങ്ങളിൽ സങ്കടത്തോടുകൂടി നാം നേരിടേണ്ടി വരുന്ന എല്ലാ പരാജയങ്ങളിലും കടബാധ്യതകളിലും രോഗദുരിതങ്ങളിലും നമുക്ക് അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഏറ്റവും വിശ്വാസത്തോടെ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അമ്മയിൽ ആശ്രയിച്ചുള്ള ഓരോ പ്രാർത്ഥനയും
അത് ഫലമണിയുന്നു. അമ്മയിൽ ശരണപ്പെടുമ്പോൾ എത്ര വലിയ ക്ലേശത്തെയും വൈദ്യശാസ്ത്രത്തിന് പോലും ഉത്തരമില്ലാത്ത പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകി ജീവിതത്തെ സമാശ്വാസത്തിലേക്ക് നയിക്കുവാൻ തിരുക്കുമാരനോട് പറഞ്ഞ അമ്മ മാതാവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കുന്നു. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. പരിശുദ്ധാമ്മയും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് ജോബി. ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു. അച്ഛൻ എല്ലാ ധ്യാനത്തിലും പറയുന്ന പോലെ നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുമെന്ന് മാതാവിന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിത്തുടങ്ങും. അങ്ങനെ ഒരു സാക്ഷ്യമാണ് എൻ്റെ ആദ്യത്തേത്. ഞാൻ 2022 സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അയർലൻഡ് പ്രോസസ്സിങ് ചെയ്യുകയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. കെയർ വിസയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വിസയ്ക്ക് വെച്ച് വിസ 14 ഡേയ്സിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. 12 ദിവസം കഴിഞ്ഞ് 13ാമത്തെ ദിവസം എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ ഓൾഡ് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പാസ്പോർട്ട് മിസ്സിങ് ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഓൾഡ് പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് മിസ്സിങ് ആയാൽ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ഓൾഡ് പാസ്പോർട്ടിൻ്റെ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരാം. പക്ഷേ അവിടുത്തെ സൈൻ ചെയ്യേണ്ട ഓഫീസർ ലീവായിരുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ റെഡിയായി. സൈൻ ചെയ്യേണ്ട ഓഫീസർ വന്ന ദിവസം സൈൻ ചെയ്ത് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ സൈൻ ചെയ്ത് തരാൻ പറ്റില്ല, 3 to 4 വീക്സ് എടുക്കണം, അതിൻ്റെ എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഓൾറെഡി ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് 15 ഡേയ്സിനുള്ളിൽ അവിടെ ജോയിൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു പാസ്പോർട്ട് ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഒന്നും, ഓണത്തിൻ്റെ അവധിയായിരുന്നു ആ സമയത്ത്, തുടങ്ങുമായിരുന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെയാണ് ഞാൻ സെയിം ഡേ തന്നെ വിസ ഓഫീസിൽ ചെന്നു. അവിടെ സാധാരണ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവർ കയറ്റുന്നതല്ല. പക്ഷേ എനിക്കന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് കയറിയതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ മെയിൻ ഓഫീസറെ കാണാൻ പറ്റി. അവിടുന്ന് പുള്ളി എനിക്ക് അവിടെ ഇൻറ്റേർണൽ യൂസിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പേപ്പർ എനിക്ക് തന്നു. ഞാൻ ആ പേപ്പറുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ വന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞത് ഭയങ്കര വഴക്ക് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. കാരണം തന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും കള്ളക്കടത്തൊക്കെ ചെയ്തിട്ട് പാസ്പോർട്ട് നശിപ്പിച്ച് കളഞ്ഞതാണെങ്കിൽ നമ്മളെങ്ങനെ അറിയും, അതുകൊണ്ട് 3 to 4 വീക്സ് തന്നെ എടുക്കുമെന്ന് പറഞ്ഞു വിട്ട സാറ് ഞാൻ ഈ പേപ്പറുമായിട്ട് വൈകിട്ട് ചെല്ലുമ്പോൾ അവിടെ രാവിലെ കണ്ട ആളേ അല്ല അവിടെ ഇരിക്കുന്നത്. പുള്ളി ടോട്ടലി മാറി ഭയങ്കര സ്നേഹത്തോടെ വായു ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാനായിട്ടൊരു കുടുംബം രക്ഷപ്പെടുന്നത് തടയുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി ആ സെയിം ഡേ തന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തന്നു. ഞാൻ അന്ന് തന്നെ മെയിൽ ചെയ്തു. പിറ്റേ ദിവസം ഉച്ചയായപ്പം എനിക്ക് വിസ ഡിസ്പാച്ച് ചെയ്തു എന്ന് പറഞ്ഞു മെയിൽ വന്നു. അല്ലെങ്കിൽ 1 മാസം എടുക്കേണ്ട പ്രോസസ്സിങ് ആയിരുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഞാൻ പൈസ എന്തെങ്കിലും കൊടുത്ത് അങ്ങനെ ചെയ്തോ എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അത് മാതാവിൻ്റെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ ഇതിലാണ് അത് സാധിച്ചു കിട്ടിയത്. അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാൻ ഫസ്റ്റ് കെയർ വിസയിലായിരുന്നു പോയത്. അവിടെ ചെന്നിട്ടാണ് ഞാൻ OET ക്ലിയർ ചെയ്യാൻ നോക്കിയത്. പക്ഷേ OET എന്ത് ചെയ്തിട്ടും 2 പ്രാവശ്യം എഴുതി കിട്ടുന്നുണ്ടായിരുന്നില്ല. അവിടെ ഉടമ്പടി എടുത്താൽ പോയതെങ്കിലും നമ്മൾ അച്ഛൻ പറയുന്ന പോലെ പ്രാർത്ഥന 20% നമ്മളെ കൊണ്ട് അതിൻ്റെ ഇതുള്ളൂ, ബാക്കി 80% നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ്. അപ്പോൾ എനിക്ക് അവിടെയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ആ ഒരു ശുശ്രൂഷയല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പത്രം കൊടുക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ലീവിന് വരുമ്പം ചോദിച്ച് ആൾ സമ്മതിക്കുവാണെങ്കിൽ മാത്രം ഒരു കെട്ട് പത്രം കൊണ്ടുവരാമെന്നല്ലാണ്ട് എനിക്ക് പത്രം കൊടുക്കാനൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മളെന്തായാലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആളോട് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ ആൾ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ 1-2 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആൾ ഉടമ്പടി എടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ആൾ 2023 ജാനുവരിയിൽ ഉടമ്പടി എടുത്തു. അന്ന് ആ ഉടമ്പടി എടുത്തപ്പോൾ 5 കെട്ട് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തു, പ്രാർത്ഥിച്ച്. പിന്നത്തെ മാസം ഞാൻ ഒരു OET എഴുതി. ആ OET എനിക്ക് ക്ലിയറായി. ആ OETക്ക് പോയപ്പോഴാണെങ്കിലും ഞാൻ വിശുദ്ധ വസ്തുക്കളും കൊണ്ടാണ് പോയത്. എല്ലാ എക്സാമിൻ്റെ പേപ്പറിലും ഉപ്പിട്ട് ആണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഒരു സ്പീക്കിംഗ് മാത്രം എനിക്ക് ഉപ്പ് ഞാൻ യൂസ് ചെയ്തില്ല. ആ ഒരു മൊഡ്യൂളിന് മാത്രം എനിക്ക് 10 മാർക്ക് കുറഞ്ഞു. ബാക്കി ഉപ്പിട്ട് കൊടുത്ത എല്ലാ മൊഡ്യൂളിലും 400ൻ്റെ അടുത്ത് 380, 390 ആ റേഞ്ചിൽ എനിക്ക് മാർക്ക് കിട്ടി. അങ്ങനെ ഞാൻ OET ക്ലിയർ ചെയ്തു മാതാവിൻ്റെ കൃപയാൽ.
അതിനുശേഷം ഹസ്ബൻഡ് ഇപ്പോൾ 2023 തൊട്ട് ഈ നിമിഷം വരെ എല്ലാ മാസവും വന്ന് 5 കെട്ട് പേപ്പർ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കുർബാനയ്ക്കാണെങ്കിലും അവിടെ നമുക്ക് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ പോകാൻ പറ്റില്ല, കാരണം 10:30-ക്കാണ് കുർബാന. പക്ഷേ ഹസ്ബൻഡ് ഈ ഒരു വർഷക്കാലം ഒരു ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, ഈ OET ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. ആ എക്സാം ഭയങ്കര പാടുള്ളൊരു എക്സാമാണ്. പക്ഷേ ഞാൻ എക്സാം ഒന്നും മാതാവിനോട് പെട്ടെന്ന് കിട്ടണം, ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം, അല്ലെങ്കിൽ OET ആണെങ്കിലും ഇപ്പം തന്നെ എനിക്ക് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. എല്ലാം കുറച്ച് സഹനങ്ങൾ തന്ന് തന്നെ, നമ്മൾ ഒരിക്കലും ഈ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോവാത്ത രീതിക്ക് കുറച്ച് സഹനങ്ങൾ തന്ന് തന്നെ എനിക്കെല്ലാം നേടിത്തന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം എക്സാമിന് പോയപ്പോൾ നമുക്ക് 14 സ്റ്റേഷൻസാണ് അതിനുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കൂടെ ഞാൻ ഹസ്ബൻഡിന് ഒരു മെസ്സേജ് അയച്ചു, കയറുന്നതിന് തൊട്ട് മുമ്പ് 11 എന്നൊരു മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ എനിക്ക് 11 സ്റ്റേഷൻസാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തത്. സെക്കൻഡ് അറ്റംപ്റ്റിൽ 3 സ്റ്റേഷൻസും കൂടി ഉണ്ടായിരുന്നു. അതിന് പോയപ്പം എല്ലാം പഠിച്ചിട്ടുണ്ട്. ഏതറ്റത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയാമെന്ന രീതിക്ക്, കാരണം നമുക്ക് വേറൊരു ചാൻസ് ഇല്ല. ചാൻസ് വേണമെങ്കിൽ നമ്മൾ വീണ്ടും 2.5 ലക്ഷം രൂപ അടച്ചതിന് ശേഷമാണ് നമുക്കൊരു ചാൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അവിടെ മാതാവിനോടൊന്ന് പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടല്ല കിട്ടിയെന്ന് അറിയാൻ ഒരു കുഞ്ഞു തെളിവ് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു, 2 എണ്ണം കഴിഞ്ഞു. മൂന്നാമത്തേന് കയറി. നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിട്ട് എൻ്റെ എക്സാമിനർക്ക് എന്ത് ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. അവരതിൽ തന്നെ ഹോൾഡായിട്ട് നിന്നു. നമുക്ക് 10 മിനിറ്റ്സ് ആണ് ഒരു ഇതിനുള്ളത്. 10 മിനിറ്റ്സ് കഴിയുമ്പോൾ അവിടെ ബെല്ലടിക്കും. ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സെക്കൻഡ് പോലും അവരവിടെ ഇരുത്തില്ല. അവരപ്പം തന്നെ ഇറക്കി വിടും. നമ്മൾ തോക്കുന്നതോ ജയിക്കുന്നതോ നമ്മുടെ ഭാവിയോ അതൊന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. ഇനി എനിക്കൊരു 3 ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്. അവർ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, ഇനി ഒരു 2.5 ലക്ഷം രൂപ ഉണ്ടാക്കി അടുത്ത ഡേറ്റ് എടുത്ത് എക്സാം എഴുതണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ പോക്കറ്റിൽ ഒരു നുള്ളു ഉപ്പും കൊണ്ടായിരുന്നു ഞാൻ പോയത്. ആ ഉപ്പ് മാത്രമായിരുന്നു എൻ്റെ ബലം. പിന്നെ ഒരിക്കലും എൻ്റെ കൊന്തയിൽ നിന്ന് ഞാൻ കാശ് രൂപ ഊരിയിട്ടില്ല. അപ്പം മാതാവ് കൂടെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു അത്ഭുതം അവിടെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പ് ഒരു നുള്ളു പോക്കറ്റിൽ നിന്ന് എടുത്ത് ഞാൻ ഒരു ടേബിളിൽ അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ടേബിളിൽ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പതിയെ വെച്ചു. അപ്പം ബെല്ലടിച്ചു ഓൾറെഡി. പക്ഷേ അവരെന്നോട് 6ാമത്തെ 7ാമത്തെ 8ാമത്തെയും ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ സംഭവിക്കാറേ ഇല്ല. ഇവിടെ ആരെങ്കിലും ആ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയാം, അവർ ബെല്ലടിച്ചാൽ ആ നിമിഷം നമ്മളെ പുറത്താക്കുന്നതാണ്. പക്ഷേ ആ എക്സാം 8 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്ത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ആ എക്സാം എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച 6 നിയോഗങ്ങളും സാധിച്ചു. 3 കാര്യങ്ങൾ വേറെ ആളുകൾക്കായിരുന്നു, അത് പറയേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ കാര്യങ്ങളും സാധിച്ചു. ഇപ്പോൾ ഞാൻ ലീവിന് വന്നതാണ്. 25-ാം തീയതി തിരിച്ചു പോകുമ്പോൾ ഫാമിലിനെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ അവരുടെ വിസ ഇതുവരെ വന്നിട്ടില്ല. അപ്പം പരിശുദ്ധ അമ്മ അതിനും അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, അവിടെ നിന്ന് നമുക്ക് പൈസ അയച്ചു കൊടുക്കാമെന്ന് അത് മാത്രമാണ് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മുടെ ഇവിടെ ഒരു അങ്കമാലിൽ ഒരു ഓർഫണേജിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവരുടെ സ്കൂൾ ഓപ്പണിങ്ങിനും എല്ലാം പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ വീടിനടുത്ത് ഉള്ള രോഗികളായിട്ടുള്ളവർക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് അവരെ കാണാറുമുണ്ട്. പിന്നെ എല്ലാ ദിവസവും മിനിമം 2 സാക്ഷ്യമെങ്കിലും ഞാൻ ഒരു 10 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ബൈബിള് വായിച്ച് ഒരു തവണ കഴിഞ്ഞു, ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ നേരത്തെ കൊന്ത ചൊല്ലുമ്പം ഒരു കൊന്ത വളരെ കഷ്ടപ്പെട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴെല്ലാം, അത് ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും കൊന്ത ചെല്ലുന്നുണ്ട്. എത്ര കൊന്ത ചെല്ലുന്നു എന്ന് എണ്ണാറൊന്നുമില്ല, പറ്റുമ്പോഴെല്ലാം കൊന്ത ചെല്ലുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ. പിന്നെ പത്രം ഹസ്ബൻഡ് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് ആരെങ്കിലും ലീവിന് വരുമ്പം പത്രം കൊണ്ടുപോയി, എല്ലാവർക്കും വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് സമ്മതിക്കാറില്ല. ആരെങ്കിലും സമ്മതിക്കുവാണെങ്കിൽ പണ്ടൊക്കെ അച്ചാറും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഞാനിപ്പോൾ പേപ്പർ കൃപാസനത്തിൽ നിന്ന് ഒരു കെട്ട് പേപ്പർ കൊണ്ടുതരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊണ്ടുവന്ന് നമ്മളവിടെ അയർലൻഡിൽ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും പിന്നെ പുറത്ത് പള്ളികളിലൊക്കെ പോകുമ്പോഴും ടൗണിലൊക്കെ നടക്കുമ്പം അങ്ങനെ കൊടുക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ നമ്മളിങ്ങനെ പേപ്പർ ജസ്റ്റ് നമ്മുടെ ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അയർലൻഡിലൊക്കെ. അങ്ങനെ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. സങ്കീർത്തനം 119, 130. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളറിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. 5 വയസ്സെന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ
ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഭവങ്ങളെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ വിദേശത്ത് പോകുവാനുണ്ടായിരുന്ന ഒരു അത്യാവശ്യ ഡോക്യുമെൻറ്റിൻ്റെ നഷ്ടപ്പെടലും അത് ക്ലിയർ ചെയ്ത് കിട്ടുന്നതും 2 പരീക്ഷകളുടെ വിജയവുമാണ് മകൾ സവിശേഷമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. പഴയ പാസ്പോർട്ട് മിസ്സിങ്ങായി, അതുകൊണ്ട് വീണ്ടും അതിൻ്റെ അന്വേഷണം നടത്തുമ്പോൾ അത് പോലീസ് ക്ലിയറൻസ് വേണമെന്ന നിർദ്ദേശം വരുന്നു. അവിടെ ആദ്യം പരുഷമായി സംസാരിക്കുകയും വേഗത്തിൽ ലഭിക്കില്ല എന്ന് പറയുകയും ചെയ്ത അതേ ഓഫീസർ തന്നെ പിന്നീട് 2ാമത്തെ തവണ കാണുമ്പോൾ അതേ ദിവസം തന്നെ യാതൊരു പ്രയാസവുമില്ലാതെ നിമിഷ നേരം കൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്ത് പാസ്പോർട്ട് ഏതാണ്ട് 1 ദിവസം കൊണ്ട് തന്നെ അത് സ്വീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചു കൊടുക്കുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കാര്യങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ സാധിച്ചു കൊടുക്കുന്നതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിലുണ്ടായിരുന്ന വലിയ മാറ്റം കൊടുത്തുകൊണ്ട് ആദ്യം പരുഷമായി സംസാരിച്ച അതേ വ്യക്തി ശാന്തതയോടുകൂടി ഒരാളുടെ ഭാവിയെ കളയുവാനോ നശിപ്പിക്കുവാനോ തടസ്സം നിൽക്കുവാനോ താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആന്തരികമായ മാറ്റം കൊടുത്തുകൊണ്ട് അതേ വ്യക്തി തന്നെ വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും നമുക്ക് ആ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 2ാമത്തത് OIT പരീക്ഷ എഴുതിയ വിഷയമാണ്. അതും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതി വിജയിക്കുവാൻ സാധിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി. 3ാമത്തത് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. ആദ്യമത് എഴുതി പരാജയപ്പെടുന്നു. 2ാമത് എഴുതുവാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം എഴുതിയപ്പോൾ 11 ഒരു നമ്പർ കിട്ടിയിരുന്നു. അത് ജീവിത പങ്കാളിക്ക് സന്ദേശം അയക്കുകയും ചെയ്തു. 14-ൽ 11 പേപ്പർ അത് ക്ലിയർ ചെയ്തത് മകൾക്ക് മാതാവ് അത് കൂടെയുണ്ട്, സഹായിക്കുന്നുണ്ടെന്നൊരു ബോധ്യം കൊടുത്തുകൊണ്ട് അത് മുഴുവനായി കംപ്ലീറ്റ് ആക്കുവാൻ മകൾക്ക് സാധിച്ചില്ലെങ്കിലും മാതാവിൻ്റെ സംരക്ഷണം അനുഭവിക്കുവാൻ സാധിച്ചുവെന്ന സാക്ഷ്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നീട് 2ാം തവണ പോകുമ്പോൾ 8 പാർട്ടിൽ അത് 10 മിനിറ്റിനുള്ളിൽ 8 ചോദ്യങ്ങളുടെ ഉത്തരം ചെയ്തു തീർക്കേണ്ടതുണ്ട്. എന്നാൽ ഇൻവിജിലേറ്ററായി വന്ന വ്യക്തി ഒരു 5ാമത്തെ ചോദ്യം വന്ന അതിൽ തന്നെ കുറച്ചധികം നേരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻപോട്ട് പോകാത്തൊരവസ്ഥ വരികയും 10 മിനിറ്റ് കഴിയുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്, ആശ്രയമായിട്ടുള്ള ആകെയുള്ളത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പാണ്. ആ 1 നുള്ള് ഉപ്പ് ആ മേശപ്പുറത്ത് വെച്ച് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുവാൻ പോലും സമയമില്ലെങ്കിലും അമ്മയുടെ സാന്നിധ്യത്തെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ സമയം അവിടെ ചിലവഴിച്ചു കൊണ്ടിരുന്നു. ആ വ്യക്തി മണിയടിച്ചതൊന്നും ശ്രദ്ധിക്കാതെ മുഴുവനായി 8 ചോദ്യങ്ങളും ചോദിക്കുകയും അത് വിജയമാക്കി എനിക്ക് നൽകുകയും ചെയ്തു. പരിശുദ്ധമ്മ ആപത്തിൽ നമുക്ക് തുണയാകുന്നുവെന്ന്, നാം ക്ലേശിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഭാരങ്ങൾ എടുത്തു നീക്കി ഭാരങ്ങളെ ലഘൂകരിച്ച് ജീവിതത്തെ സഹായിച്ച് അനുഗ്രഹിക്കുന്നുവെന്ന് മകളുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഉടമ്പടി ഒരു ഉത്തരവാദിത്വ ജീവിതത്തിൻ്റെ അതിന് ലഭിക്കുന്ന അനുഗ്രഹമെന്ന മകളുടെ വിശ്വാസത്തെയാണ്. മകളുടെ സാക്ഷ്യത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നാം കേൾക്കുന്നുണ്ട്, ഉടമ്പടി എടുത്ത നിമിഷം മുതൽ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഉടമ്പടിയുടെ ഓരോ കാര്യത്തോടും വിശ്വസ്തത പുലർത്തിയാണ് നിർവഹിക്കുന്നത്. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയും അതിൻ്റെ പ്രവൃത്തികളും അതിൻ്റെ പ്രയോഗങ്ങളും നേർച്ച വസ്തുക്കളുടെ പ്രയോഗങ്ങളും മകൾ നിരന്തരം ചെയ്യുന്നത് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടി ജീവിതം ഉത്തരവാദിത്വത്തിൻ്റെ ജീവിതവുമാണ്. നമ്മുടെ ജീവിതത്തെ നാം എത്ര കണ്ട് വിശുദ്ധീകരിച്ചെടുക്കുവാൻ തയ്യാറാകുന്നുവോ അത്ര കണ്ട് ദൈവസന്നിധിയിൽ നമുക്കുള്ള കൃപയും അനുഗ്രഹവും കൂടിക്കൊണ്ടിരിക്കും. ജീവിത പങ്കാളി തുടർച്ചയായി ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിക്കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നത് ജീവിത പങ്കാളി ഉടമ്പടിയെടുത്ത നാൾ മുതൽ പങ്കാളിയുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും മകൾ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കുടുംബം ഒരുമിച്ച്, ദമ്പതികൾ ഒരുമിച്ച് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ആത്മീയ വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും ഒരുപോലെ അത് കാരണമാകുന്നുവെന്ന് ഈ മക്കളുടെ സാക്ഷ്യം വെളിപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിനു. ഞാൻ അമ്പലപ്പുഴ പുറക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 23/5/2023
പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ചേച്ചിയാണ് എന്നോട് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കണോ, അതായത് ഉടമ്പടി എടുത്താൽ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു എനിക്ക് ടെൻഷനായിരുന്നു. അതായത് എല്ലാ ദിവസവും പള്ളിയിൽ പോവുക എന്നുള്ളത് എന്നെ കൊണ്ടൊരു വലിയ ടാസ്ക് തന്നെയാണ്. എനിക്ക് ചെറിയ മക്കളാണേ, അതുകൊണ്ട് തന്നെ. പക്ഷേ ഞാൻ എങ്ങനെയോ ഉടമ്പടി വന്നെടുത്തു. ഉടമ്പടി എടുത്തപ്പം പ്രത്യേകിച്ച് നിയോഗങ്ങളില്ല, പക്ഷേ ഞാൻ കുറച്ച് വസ്തുക്കൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ വസ്തുക്കളിൽ എന്ത് ചെയ്യണം മാതാവേ എന്ന് ഞാൻ 6 നിയോഗങ്ങളിലൊരു നിയോഗമായിട്ട് അത് എഴുതി. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് 3-ാമത്തെ ആഴ്ച എൻ്റെ ബ്രദറിലൂടെ എൻ്റെ വീട്ടിൽ ഞാൻ പെയിൻ ഗസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ എന്നോട് ചോദിക്കുക, നീ നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന വസ്തുവിലൊരു ഹോസ്റ്റൽ നിനക്ക് ചെയ്തുകൂടെയെന്ന്. അപ്പം ഞാൻ തന്നെ ചിന്തിച്ചു, അയ്യോ മാതാവ്, അതായത് എൻ്റെ ബ്രദറിലൂടെ അങ്ങനെയാണല്ലോ ചോദിച്ചത്. അങ്ങനെ ഞാൻ അതുമായി തന്നെ മുന്നോട്ട് പോയി. ഓരോ ദിവസവും മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതെനിക്ക് വിധിച്ചതാണെങ്കിൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇത് ബ്ലോക്ക് ആകണമെന്ന്. അങ്ങനെ ഇതിപ്പോൾ എൻ്റെ 6-ാമത്തെ ഉടമ്പടിയാണ് ഞാൻ പുതുക്കുന്നത്. 2-ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ ശക്തമായി തന്നെ പ്രാർത്ഥിച്ചു. 2-ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എങ്കിൽ നീ അതുമായി മുന്നോട്ട് പോ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോയി. ഈ കഴിഞ്ഞ മാർച്ചിൽ എൻ്റെ ഹോസ്റ്റലിന് വേണ്ടിയുള്ള കല്ലിട്ടു. ആ കല്ലിടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പ്ലാൻ വരച്ചപ്പം വരച്ച് വന്നപ്പോൾ അതൊരു 1.5 കോടിയുടെ ബഡ്ജറ്റായി. അപ്പം അത്രയും രൂപ നമ്മളെ കൊണ്ട് പറ്റില്ല, അതൊന്ന് കുറയ്ക്കാനായിട്ട്, അതായത് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഞാൻ നവംബർ 14-ാം തീയതി ഉടമ്പടി ധ്യാനം, ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനം ഞാൻ മുടക്കത്തില്ല. കറക്റ്റ് 11:30 നോക്കിയിരിക്കും ഞാൻ ധ്യാനം കൂടാൻ. അന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുക ഒന്ന് ജോസഫ് അച്ഛനെ പോയി കാണാൻ പറ്റുമോ എന്ന്. ഞാൻ അങ്ങനെ അമ്പലപ്പുഴയിൽ നിന്നും 1:45 കയറി 3:15 ഇവിടെ എത്തി. ഓടി വന്നപ്പോഴേക്കും എൻ്റെ ഫോണിലാണ് വരച്ചതിൻ്റെ പ്ലാനൊക്കെ. ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം എടുത്തു കൊടുത്തു. അവരത് ഇവിടെ വന്നു, അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. അപ്പം അച്ഛൻ പറയുകയാണ്, ഇതിനെ നീ, അതായത് അച്ഛൻ ഇതിൻ്റെ ഫ്രണ്ടിൽ പണിതിട്ടിരിക്കുന്ന വീട് നീ ഒന്ന് പോയി കണ്ടു നോക്ക്, എന്നിട്ട് നീ അതിനെ അങ്ങനെ ആക്കി ചെയ്യും മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു പ്ലാൻ തന്നെ മൊത്തത്തിൽ മാറ്റി. ഇന്ന് ഞാനതൊരു ഡ്യൂപ്ലെക്സ് മോഡൽ വീടാക്കിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഹോസ്റ്റൽ വെറും 8 മാസം കൊണ്ട് തന്നെ പൂർത്തിയായി. എൻ്റെ ഹോസ്റ്റലിൻ്റെ പാലുകാച്ചൽ ഞാൻ ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ ദിവസം തന്നെ നടത്തി. ഇന്ന് ഞാൻ ആ ഹോസ്റ്റലിന് ഹോസ്റ്റൽ കൃപ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഹോസ്റ്റലിലേക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പെയിൻ ഗസ്റ്റിനെ ഞാൻ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്തു. 22 പേരെ താമസിപ്പിക്കാവുന്ന സൗകര്യത്തിൽ മാതാവ് എനിക്കത് ഒരുക്കി തന്നു. ഞാൻ നിയോഗത്തിൽ വെച്ച് ഈ 6 ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഈ മാതാവിനെ മണിനാഥം മുഴക്കിയാണ് ഞാൻ ഈ അൾത്താരയിലേക്ക് എത്തുന്നത്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 5 ഉടമ്പടിയിലും മാതാവിനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ മുത്തുക്കുട പിടിക്കുവാനും ഓരോ പ്രാവശ്യവും എനിക്ക് മാതാവ് ഓരോ അനുഗ്രഹം തരും. ഞാൻ ഇപ്പം മറ്റുള്ളവരോട്, ഇപ്പോൾ ഇന്നലത്തെ ധ്യാനത്തിൽ വശം പറഞ്ഞു, എനിക്ക് മാതാവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൃപയാണ്. ഇപ്പം ഞാൻ ഒരു സ്റ്റേജിലാണ് പോകുന്നത്. 1.5 കോടി എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ 65-70 ലക്ഷത്തിലേക്ക് എത്തിയ ഒരു ഡ്യൂപ്ലെക്സ് വീടാണ് വെച്ചിരിക്കുന്നത്. അത്രയും രൂപയാക്കി മാതാവ് അതിനെ കുറച്ച് തന്നു. എത്രയും വേഗം, അതായത് എൻ്റെ ഉടമ്പടിയിൽ ആദ്യമായി കല്ലിടുന്നത് നമുക്ക് എപ്പോഴും ഒരു വൈദികനായിരിക്കും. പക്ഷേ ഞാൻ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഒരു പാലിയേറ്റീവ് കെയറിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടുത്തെ സിസ്റ്ററാണ് വന്ന് എനിക്ക് കല്ലിടുന്നത്. ആ സിസ്റ്റർ ഉടമ്പടിയിൽ നിൽക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ പണി ചെയ്യുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ പണി ചെയ്യുന്ന ആരുടെയും വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ഉടമ്പടിയിൽ നിൽക്കുന്നവരായിരിക്കും. എനിക്കതൊരു വലിയ അത്ഭുതമാണ്. എന്നുവെച്ചാൽ ഞാൻ വീട് പണി തുടങ്ങി അന്ന് മുതൽ വീട്ടിൽ തട്ടടിക്കുന്നവർ എന്നോട് കളിയാക്കുന്ന, ഇവിടെ പണി ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് 5 ദിവസത്തേക്ക് പണി കാണത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം പോലും എൻ്റെ വീട്ടിലേക്ക് വെള്ളം ഒഴിക്കേണ്ട വന്നിട്ടില്ല. മാതാവ് അതുപോലെ മഴ തരും എനിക്ക്. എത്ര സാഹചര്യത്തിലാണെങ്കിലും നിറച്ചും മഴ തന്ന് അത്രയും അനുഗ്രഹിച്ചാണ് ആ വീട് വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഹോസ്റ്റലിന് അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ കൃപ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നതും. അതിൻ്റെ ലൈസൻസും കാര്യങ്ങൾക്കുമായിട്ട് ഞാൻ മൂവ് ചെയ്തു. എനിക്ക് നല്ല വിശ്വാസമാണ്. അതായത് അധികം താമസിക്കാതെ തന്നെ മാതാവിന് ഈ ഈശോയിലൂടെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണോ അത് ഞാനിപ്പം എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് 2 സിസ്റ്റേഴ്സും എൻ്റെ ഹസ്ബൻഡ് ഒരു സിസ്റ്ററും എൻ്റെ പേരൻസും ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ പേരൻസ് മരിച്ചു പോയതാണ്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും പേർക്കും ആയുസ്സും ആരോഗ്യം, മാറാരോഗങ്ങളൊന്നും തരാതെ വളരെ സന്തോഷത്തോടെ ഈ പോകുന്ന പോലെ ഞങ്ങൾ നന്നായി തന്നെ പോകാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് ഒത്തിരി പേര് ഒന്ന് പ്രാർത്ഥിക്കണേ, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരുടെ നിയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, എൻ്റെ തലയിൽ ഒരു മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ കർത്താവ് അറിയാതെ പോകുന്നില്ല. പിന്നെ ഞാനെന്തിനാ എനിക്കത് ഇത് താ എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് അതുപോലെ തന്നെ തരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒന്നും എൻ്റെ നിയോഗത്തിൽ വെക്കത്തില്ല. കറക്റ്റായി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ തന്നെ പോകുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും ദശാംശത്തിൽ നിന്ന് കറക്റ്റായി ഞങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലായതിനു ശേഷം ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. ഞാൻ ഇന്ന് 6 മണിയാകാതെ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് കഴിയില്ല. എല്ലാ ബുധനാഴ്ചയും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും. ആ ബുധനാഴ്ച ദിവസം തന്നെ ഞാൻ ഈ പാലിയേറ്റീവ് കെയറിൽ പോയി അവിടുത്തെ അമ്മമാരുമായിട്ട് രാവിലെ 8:45 ചെല്ലും. അവരെ കുളിപ്പിക്കും, അവരുമായിട്ട് വർത്തമാനം പറയും. എൻ്റെ പത്രം കൊണ്ടുപോയി ഞാൻ വായിച്ച് കേൾപ്പിക്കും അവരെ. അങ്ങനെ ഒരു 12:30 1 മണി വരെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് തിരിച്ച് എൻ്റെ വീട്ടിലെത്തുന്നത്. അതിനുശേഷം 3 മണിക്ക് ശേഷം ഇരുന്ന് ഞാൻ എൻ്റെ കൊന്ത ചൊല്ലൽ, ബൈബിൾ വായന അതൊക്കെ നടത്താറുള്ളത്.
പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള ആവശ്യത്തിന് വേണ്ടി പൈസ ചോദിക്കുന്നതാകാം, അല്ലെ ജെനുവനായി അസുഖങ്ങളാണെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് ആരെയാണെന്ന് വെച്ചാൽ മാതാവ് കൊണ്ടുതരും. അവർക്ക് തന്നെ കറക്റ്റ് കരങ്ങളിൽ തന്നെ അത് എത്തിക്കും. പിന്നെ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ 2 കെട്ട് പത്രം മാത്രമേ മേടിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ 2ാമത്തെ ഉടമ്പടി മുതൽ ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. അത് എനിക്കൊരു നിർബന്ധമാണ്. ഒരു 5-ാം തീയതിക്ക് മുമ്പ് ഞാൻ ഇവിടെ എത്തിയിരിക്കും. എങ്ങനെ മാക്സിമം 2-ാം തീയതി തന്നെ വരാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ 5-ാം തീയതിക്ക് മുമ്പ് ഇവിടെ എത്തും. എന്നിട്ട് ഞാൻ ആ പത്രം വാങ്ങിച്ചു ഇവിടുന്ന് ഞാൻ പോയി അവിടെ പോയി, അതായത് മാതാവിൻ്റെ അടുക്ക പോയി നിന്ന് പ്രാർത്ഥിക്കും. ഈ പത്രം കൊണ്ട് ഓരോരുത്തരും രക്ഷപ്പെടണം. ഞാൻ വെറുതെ ഇരുന്ന് എന്നെയാണ് ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. ഞാനിപ്പോൾ മാതാവിനോട് പറയും, മാതാവേ വെറുതെ ഇരുന്ന് എന്നെയാണ് നീ ഇവിടം വരെ എത്തിച്ചത്, ബാക്കി നീ തന്നെ നോക്കണം, ഞാനല്ല ഓടുന്നത്, നീ ആയിരിക്കണം ഓടുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്ന ഈ പത്രത്തിലൂടെ എല്ലാവരും രക്ഷപ്പെടണം എന്ന ചിന്തയോടുകൂടി തന്നെ ഈ 5 കെട്ട് പത്രവും ഞാൻ വീട്ടിൽ ചെല്ലും. അന്നത്തെ ദിവസം വൈകുന്നേരം ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ പത്രങ്ങൾ കൊണ്ടുപോകാനായി തന്നെ ഞാനൊരു കിറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് 3ആയി ഫോൾഡ് ചെയ്യും. എന്നിട്ട് കൃപാസനം എന്നെഴുതിയ ആ ഹെഡ്ലൈൻ കാണുന്ന രീതിയിൽ തന്നെ 3ആയി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഈ പത്രം, അതായത് ഇത് കൃപാസന പത്രമാണ്, ഇത് നിങ്ങൾ വായിക്കുമോ, ഇത് വേസ്റ്റ് ചെയ്യല്ല, ഇത് വായിക്കുമെങ്കിൽ മാത്രമേ ചേച്ചി ഇത് വാങ്ങാവുള്ളൂ, അത് ചേട്ടാ വാങ്ങാവുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ കൊണ്ടുപോകുന്ന പത്രം ഇന്ന് രാവിലെ ഇവിടെ എത്തുന്നെങ്കിൽ ഞാൻ വൈകുന്നേരം എൻ്റെ മക്കൾ വരുന്നതിന് മുമ്പ് അത് കൊടുത്തു തീർക്കും. ഇല്ല അത് തീരുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ തിരുവല്ല സ്റ്റാൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി 1-2 ദിവസം കൊണ്ട് 5 കെട്ട് പത്രവും ഞാൻ തീർത്തിരിക്കും. അതിപ്പോൾ ഞാൻ നിർബന്ധമായി ചെയ്യുന്ന കാര്യമാണ്. ബാക്കി ഇപ്പം ചില ദിവസങ്ങളിൽ എനിക്കൊക്കെ ഈ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന കൊന്തയല്ലാതെ എക്സ്ട്രാ ചൊല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറയും, മാതാവേ ഇന്നത്തെയും കൂടെ നാളെയും കൂടെ ഞാൻ ചൊല്ലിക്കോളാം, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ എന്ന് പറയും. അങ്ങനെ മാതാവുമായിട്ട്, അതായത് അങ്ങനെ പറയാൻ പറ്റും എന്നെനിക്ക് മാതാവ് അതൊരു ഇതല്ല, മാതാവിന് അറിയാമല്ലോ എൻ്റെ സാഹചര്യം എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. പിന്നെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈ ഉടമ്പടിയിൽ ഞാൻ വെക്കാത്തതുമായ ഒത്തിരി നിയോഗങ്ങൾ എൻ്റെ വീട്ടിലെ തന്നെ, ഞാനതൊന്നും ഉടമ്പടിയിൽ വെച്ചതല്ല, പക്ഷേ ഭയങ്കര അത്ഭുതമായി അതൊക്കെ നടന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി മാതാവിന് അറിയാം അത് നടക്കേണ്ടതായിരുന്നു, അതുകൊണ്ടായിരിക്കും അതൊക്കെ നടത്തി തന്നത്. അങ്ങനെ ഇപ്പം ഉടമ്പടിയിൽ തന്നെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കിപ്പം നിത്യതയിലേക്ക്, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മുഴുവനും നിത്യതയിലേക്ക് പോകണം. നിയോഗങ്ങൾ മാത്രമല്ല എന്നും ഇങ്ങനെ, അതായത് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഒരു ടെൻഷനും വേണ്ട. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൗച്ചാണ് എൻ്റെ ഉടമ്പടി കാശ് രൂപ. ഇതിനെ ഞാനൊരു ടിന്നിലാക്കി സൂക്ഷിച്ചിരിക്കുക. എൻ്റെ ഈ വീടിൻ്റെ ആവശ്യത്തിന്, എന്താവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിലല്ല ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി എന്തിനു വേണ്ടി പോയാലും ഞാൻ വെഞ്ചരിച്ച വസ്തുക്കളുമായിട്ടേ പോകത്തുള്ളൂ. എന്ത് പേപ്പർ സബ്മിറ്റ് ചെയ്യണമെങ്കിലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടും. അതുപോലെ തന്നെ ഉപ്പിട്ട് അത് കൊണ്ട് കൊടുക്കും. അതായത് ഭയങ്കര, ആ എഞ്ചിനീയർക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ ഭയങ്കര ഇത്രയും ഇതായിട്ട് തന്നെ കാര്യങ്ങൾ, എത്ര സ്പീഡായിട്ട് കാര്യങ്ങൾ ഇവിടുത്തെ പോകുന്നു. പുള്ളി ഏകദേശം ഒരു 4-5 വീട് ഒരേപോലെ ചെയ്തതാണ്. പക്ഷേ ഫസ്റ്റിലെ ഞങ്ങളുടെ വീട് കഴിഞ്ഞു, എല്ലാം എൻ്റെ കാര്യങ്ങൾ ഇതുവരെ എല്ലാം പരിശുദ്ധ അമ്മ വളരെ നന്നായി തന്നെ ചെയ്തു തന്നു. ഈ കാശ് രൂപ ഒരു വലിയ ശക്തിയാണ് എനിക്ക്. ഞാൻ എവിടെ പോയാലും ഇത് ഉപയോഗിക്കുക. അതിപ്പം എവിടെ ലോങ് പോകാനാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഞാൻ ഇത് കയ്യിൽ കൊണ്ടുപോകും. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ പറയും, ഞാനല്ല നീ ആയിരിക്കണം ഈ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു മെറിറ്റും ഇല്ലാത്ത എന്നെയാണ് ഇവിടം വരെ എത്തിച്ചത്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി പറയും. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ജിനു വിനോദ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ഉടമ്പടിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കണമെന്ന് താല്പര്യമോ അല്ലെങ്കിൽ നിർബന്ധമോ ആഗ്രഹമോ ഉള്ള വ്യക്തിയായിരുന്നില്ല. ബന്ധുക്കളിൽ 1-2 പേരാണ് നിരന്തരം ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി മകളോട് സൂചിപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്രകാരം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം അതിവിടെ സാക്ഷികൂടാരത്തിൽ പറഞ്ഞു. ഇവിടെ മകളെ വിട്ടുപോയി. അത് അലമാരിയിൽ ഒരിടം ആദ്യം തന്നെ ഒരുക്കിയിട്ടു. അവിടെ വസ്ത്രങ്ങളൊന്നും വെക്കാതെ ഒരു സെപ്പറേറ്റ് പോർഷൻ ഇട്ടിട്ട് ഉടമ്പടി എടുപ്പിക്കുവാൻ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ അതിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നയിക്കണം. അമ്മ അവിടുന്ന് തരുന്ന എല്ലാ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളും എനിക്ക് സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ളൊരിടം ഞാനിവിടെ ഒരുക്കുന്നുണ്ട്. അതൊരു മാനസികമായ ഒരുക്കത്തിൻ്റെ ഒരു സൂചനയാണ് മകളുടെ വാക്കുകളിലൂടെ കേട്ടത്. അങ്ങനെ ഏതാണ്ട് 1 മാസത്തോളം അലമാരിയിൽ ഒരിടം ഭദ്രമായി ഏറ്റവും വിശുദ്ധിയോടെ മറ്റൊന്നും വസ്തുവകളൊന്നും വെക്കാതെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ സൂക്ഷിക്കുവാൻ വേണ്ടി മാത്രമായി ഒരുക്കി വെച്ച് അമ്മയുടെ വിളി കാത്ത് ഇരുന്നുവെന്നാണ് ആദ്യം സൂചിപ്പിച്ചത്. പിന്നീടാണ് ഉടമ്പടി എടുക്കുവാനായി ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് തുടങ്ങുന്നത്. ഉടമ്പടി എഴുതുമ്പോൾ നിയോഗങ്ങൾ അധികമൊന്നും എഴുതാനില്ല. ശാന്തമായി സന്തോഷമായി പോകുന്നൊരു കുടുംബം. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ അരികിൽ പ്രത്യേകിച്ച് അധിക നിയോഗങ്ങൾ എഴുതി കണ്ണീരോടുകൂടി പറയുവാൻ അധികമൊന്നുമില്ല. അമ്മയെ നോക്കും, ചിരിക്കും, വർത്തമാനം പറയും. ഉടമ്പടി എല്ലാ കാര്യങ്ങളും
നല്ല വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നിർവഹിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. വചനം വായിക്കുവാൻ എപ്പോഴും പരിശ്രമിക്കുമായിരുന്നു. അത് ദിവ്യബലിയിൽ പങ്കുചേരുവാനും പ്രയാസമെന്ന് ആദ്യം കരുതിയെങ്കിലും ദിവ്യബലിയിൽ നന്നായി പങ്കുചേരുവാൻ, രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുവാൻ, അങ്ങനെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം മുടക്കമില്ലാതെ നന്നായി ശ്രദ്ധയോടെ കേൾക്കുവാൻ ഒക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണ് വരുമ്പോൾ ആകെ മനസ്സിൽ ഒരു നിയോഗമില്ലെങ്കിൽ കണ്ടിരുന്നൊരു പ്രശ്നമാണ്, കുറച്ചധികം പുരയിടം വാങ്ങി ഇട്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കുന്നു, അതെന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, മാതാവ് എന്തെങ്കിലും ഒരു ആലോചന തരുന്നുവെങ്കിൽ അതിന് നൽകണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളിലുള്ളൂ. അതാണ് സഹോദരി സൂചിപ്പിക്കുന്നത്. 3 ആഴ്ച കഴിയുമ്പോൾ ഒരു ബന്ധുവെന്ന് പറയുന്നു, നമുക്കിവിടെ ഒരു ഹോസ്റ്റൽ പണിതാൽ നല്ല സാധ്യതയുള്ളതല്ലേ, നോക്കാമെന്ന്. അതങ്ങനെ ഹോസ്റ്റൽ പണിയുവാനുള്ള കാര്യത്തിന് 1.5 കോടി രൂപയുടെ ബഡ്ജറ്റായി, അതിൻ്റെ പ്ലാനെല്ലാം വരച്ചു. ഏതാണ്ട് തീരുമാനമാകുമ്പോഴാണ് ഇത് അച്ഛൻ്റെ ഒരു ആശീർവാദം വാങ്ങണം, അച്ഛൻ്റെ ഒരു ആലോചന വാങ്ങണം എന്ന മനസ്സിൽ വരികയും അങ്ങനെ ഒരു ഉടമ്പടി ധ്യാനം കഴിഞ്ഞോടി ഇവിടെ എത്തി അച്ഛനോട് ആലോചന ചോദിച്ച് കാര്യം പറയുന്നത്. അച്ഛൻ അന്ന് വരെ വരച്ച മുഴുവൻ പ്ലാനും തിരുത്തി. അച്ഛനത് ആകെ പറഞ്ഞത്, ഫ്രണ്ടിലൊരു വീടുണ്ട്, അത് കണ്ടിട്ട് പോവുക, അപ്രകാരം ചെയ്യുകയെന്ന് പറഞ്ഞു. അതുപോലെ വിശ്വസിച്ച് ഫ്രണ്ടിലുള്ള വീട് പോയി കണ്ടു. എന്നിട്ട് അതാണ് പിന്നീട് പോയി ഹോസ്റ്റൽ എന്ന ഒരു കെട്ടിടത്തിന് പകരം ഒരു വീടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഏതാണ്ട് ഒരു 7 മാസം കൊണ്ട് നിർമ്മാണം മുഴുവൻ പൂർത്തിയായി. 22 പേർക്ക് താമസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഹോസ്റ്റലായിട്ട് ആ വീട് രൂപാന്തരപ്പെടുത്തുവാൻ പറ്റി. മറ്റൊന്ന് 1.5 കോടി രൂപ ചെലവ് നിശ്ചയിച്ചിരുന്നത് 65-70 ലക്ഷം രൂപയിൽ നിർമ്മാണം തീർന്നു. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ എത്ര വ്യത്യസ്തമായി, എന്നാൽ എത്ര അനുഗ്രഹപ്രദമായി നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും അമ്മ മാതാവ് ക്രമീകരിച്ച് തരുന്നുവെന്ന് വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അവിടെ പണിക്കാരായി വന്ന എല്ലാവരും ഉടമ്പടിയുമായി ബന്ധമുള്ളവരായിരുന്നു. അതെനിക്കൊരാശ്വാസമായിരുന്നു. പണിക്കാരോ പണി ചെയ്യുന്നവരുടെ വീട്ടുകാരോ ഉടമ്പടിയിൽ അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഓരോ പണിയും വിശ്വസ്തതയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രകൃതി പോലും ആ പണി ചെയ്ത നാളുകളിൽ സ്ഥിരമായി മഴ നൽകിക്കൊണ്ട് അത് ഒരു ബലക്ഷയമില്ലാത്ത വിധത്തിൽ പൂർത്തീകരിക്കുവാൻ എപ്പോഴും സഹായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ തവണയും അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി പുതുക്കി മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, പുതിയ രീതിയിൽ അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള പദ്ധതികൾ, എന്ത് ചെയ്യുവാനുമുള്ള സന്തോഷം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ മടുപ്പില്ലായ്മ, എന്ത് ചെയ്യുമ്പോഴും അത് ദൈവനാമത്തെ പ്രതി ചെയ്യുവാനുള്ള നല്ലൊരു താല്പര്യം, കൃപാസനം പത്രിക പോലും ഒട്ടും മടിയില്ലാതെ ഓരോന്നിലും പ്രാർത്ഥിച്ച് അത് അനുഗ്രഹത്തിന് കാരണമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് കൈമാറുവാനുള്ള ഒരു നിർബന്ധ ബുദ്ധി, അതൊക്കെ നൽകി അമ്മ മാതാവ് ഈ നാളുകളിൽ നയിച്ചുവെന്ന നമുക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കൈവരുന്ന മാറ്റം കൃപയുടെ ജീവിതമാണ്. ആ ഭവനത്തിന് പോലും കൃപയെന്ന് പേരിട്ടുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്നു, ഇത് കൃപയുടെ ഭവനമാണ്, ഇത് നയിക്കുന്നത് കൃപയുടെ ജീവിതമാണ്. അതുകൊണ്ട് കൃപാസനം അമ്മയുടെ അരികിലെത്തുമ്പോൾ അത് സന്തോഷത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്, കൂടുതൽ പ്രതീക്ഷയിലേക്ക് ജീവിതത്തെ നയിക്കുന്നുവെന്ന് മകൾ ലോകത്തോട് ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റുപറയുകയാണ്. കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് ദൈവപിതാവിന് നന്ദി പറഞ്ഞ്, അമ്മ മാതാവിന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് വചന, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഫാർമസിസ്റ്റാണ്. ആദ്യം തന്നെ ഞാൻ അമ്മ മാതാവിന് വളരെയധികം നന്ദി പറയുകയാണ്. കാരണം എൻ്റെ കഴിവാലെ ഞാൻ ഒത്തിരി അധികം ശ്രമിച്ചിട്ടും എനിക്ക് സാധിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചത്. എല്ലാവരുടെയും പോലെ തന്നെ പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹത്താൽ ഞാൻ ദുബായിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് MOH എക്സാം എഴുതി. ആ സമയത്ത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പഠിച്ചു. ഞാനൊരു പ്രാവശ്യം ഫെയിലായി. അതുപോലെ തന്നെ വീണ്ടും എല്ലാവരും പറഞ്ഞു, ഒന്നുകൂടി ട്രൈ ചെയ്യുക, നീ പാസ്സാവും. ഞാൻ വീണ്ടും എക്സാം എഴുതി. ഞാൻ ഫെയിലായി. വെറും 5 മാർക്കിനൊക്കെയാണ് ഞാൻ ഫെയിലായിരുന്നത്. ഞാനും എൻ്റെ കുടുംബം വളരെയധികം വിഷമിച്ചു. അപ്പച്ചനും അമ്മച്ചിക്ക് ഉടമ്പടി എടുത്തിരുന്നെങ്കിലും ഞാൻ അതിലധികം അവരുടെ കൂടെ കൂടിയിരുന്നില്ല. പിന്നീട് എന്നെക്കൊണ്ടത് സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനിവിടെ വന്ന് ജൂലൈ 31 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. വളരെയധികം
തീഷ്ണതയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനെ എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ ദുബായിലേക്കുള്ള എക്സാം ഞാൻ വേണ്ടാന്ന് വെച്ചു. അതിനെ തുടർന്ന് എനിക്ക് എൻ്റെ നാട്ടിലുള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, വചന നീ വിഷമിക്കേണ്ട, എൻ്റെ ഫാർമസിയിൽ എനിക്കൊരു ഒഴിവ് വേക്കൻസി ഉണ്ട്, അത് മസ്കറ്റിലാണ്, ഒമാനിലാണ് എക്സാം നീ എഴുതേണ്ടത്, നിനക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോരേ എന്നുള്ളൊരു ആയിട്ട് എൻ്റെ അടുത്തേക്ക് ആൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ദുബായിലേക്കൊക്കെയാണ് എക്സാം എഴുതുന്നത്, ഇനി അങ്ങോട്ടേക്ക് ഒരു തവണ കൂടി എനിക്ക് ചാൻസ് ഉള്ളൂ, അപ്പോൾ ഇനി അത് എഴുതിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ മസ്കറ്റിലേക്കുള്ള എക്സാം എഴുതാനായിട്ട് പ്രിപ്പയറായി. പക്ഷേ 2 തവണ ഫെയിലായതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായി, കാരണം എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്കറിയാത്ത എൻ്റെ കുറേ ഫ്രണ്ട്സ്, എനിക്കവരറിയില്ല, പക്ഷെ അവരെന്നെ വിളിച്ച് എങ്ങനെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം, എന്തെല്ലാം പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അവരാരാണെന്നോ എന്താണെന്നോ അവർക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്നോ ഒന്നും എനിക്കറിയില്ല. ഓരോ ദിവസം ഞാൻ പഠിക്കാതിരിക്കും തോറും എല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ വിചാരിച്ചു മാതാവായിട്ട് ഓരോരുത്തർ എൻ്റെ അടുത്തേക്ക് അയക്കുന്നതായിരിക്കും, എങ്ങനെ പഠിക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പഠിച്ചു. 1 മാസത്തോളം ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, കാരണം വേറൊരു വഴി എനിക്കില്ല. കാരണം ഇനിയൊരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പൈസയും ഫിനാൻഷ്യലി എൻ്റെ വീട്ടിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. നല്ലോണം പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു, ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ 2 തവണ ഞാൻ എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ല. ഇതും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതില്ല, കാരണം ഞാൻ പുറത്തു പോയിട്ട് വേണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട. അച്ഛനൊരു കാശ് രൂപ എനിക്ക് തന്നു. ഒരു കാരണത്താലും നീ പേടിക്കണ്ട, ഈ എക്സാം നീ പാസ്സാവും. പേടിക്കാതെ ധൈര്യമായിട്ട് മാതാവിൻ്റെ മുൻപിൽ സാക്ഷ്യം പറയാനായിട്ട് നീ ഒരുങ്ങിക്കോളാം എന്നോട് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തോടു കൂടെ ഞാൻ എക്സാം എഴുതാനായിട്ട് എറണാകുളത്ത് പോയി. മാതാവിൻ്റെ അച്ഛൻ തന്ന കാശ് രൂപം കൊണ്ടും തൈലവും തേനും കഴിച്ചും ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തു. എക്സാം ഹാളിൽ ഞാൻ കയറിയപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എവിടെ നിന്ന് എങ്ങനെയാണ് വരിക എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും എനിക്ക് ഫ്രണ്ട്സ് പറഞ്ഞു തന്ന, എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞതും ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തതും ഫയലുകളൊക്കെ എനിക്ക് ഷെയർ ചെയ്ത അതേ ക്വസ്റ്റ്യൻസും അതേ ആൻസേഴ്സും തന്നെയായിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത്. എനിക്കൊരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. വന്നിട്ട് ആൻസർ ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് പോലും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം കറക്റ്റ് ചെയ്തു. 60% മാർക്കാണ് എനിക്ക് പാസ്സാവാൻ വേണ്ടിയിരുന്നത്. പക്ഷേ 72% മാർക്കോടുകൂടെ ഞാൻ പാസ്സായി. അതിനെ തുടർന്ന് പിന്നീടാണ് ഞാൻ എക്സാം പാസ്സായി. ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നു, മാതാവിനോട് നന്ദി പറഞ്ഞു, ഞാൻ തിരിച്ചു പോയി. പിന്നീടാണ് അറിഞ്ഞത് ഇനിയും ഒരു എക്സാമും കൂടി ഉണ്ട്. ഈ തിയറി എക്സാം പോലെ തന്നെ അവിടെ ചെന്നിട്ട് ഒമാനിൽ ചെന്നിട്ട് വൈവ് എക്സാമും കൂടി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. വേറൊരു കൺട്രിയിലേക്കും ഇല്ലാത്ത ഒരു എക്സാമാണ് ഇവിടേക്ക് വൈവ് ആയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ വിചാരിച്ചു, കർത്താവേ കഴിഞ്ഞില്ലേ, ഇതുകൂടി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷേ ഒരു എക്സാമും കൂടി ഇനി ഓറലി ആയിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പേടിച്ചു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു പറഞ്ഞു, അച്ഛാ ഇനിയൊരു വൈവയും കൂടി ഉണ്ട്, അതും കൂടി എനിക്ക് പാസ്സാവണം, വേറെ വഴിയില്ല. ഒരു സ്പോൺസറൊക്കെ പൈസ മുടക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഫെയിലായാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ആദ്യമേ തുടങ്ങണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ സാക്ഷ്യം പറയാനോട് ഒറ്റ ധൈര്യത്തിൽ നീ എക്സാം എഴുതിക്കോ, ഇതും നീ പാസ്സായിക്കോളും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 25 ഞാൻ ഇവിടുന്ന് വിസിറ്റിങ്ങിന് ഞാൻ ഒമാനിലേക്ക് പോയി. കൂടെ ആരും ഉണ്ടായിരുന്നില്ല, സ്പോൺസറും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ്റർവ്യൂ ബോർഡിന് ഞാൻ എക്സാമിന് കയറി. ഇൻ്റർവ്യൂ ബോർഡിന് 4 അറബികളായിരുന്നു. അവിടെ ചെന്നിരുന്നു, അവരെ വിഷ് ചെയ്തു. അവരെന്താ എന്നോട് ചോദിച്ചേ, എന്താ ഞാൻ പറഞ്ഞേ, എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒന്നിനും ഉത്തരം പറയാതെ ഇരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞു. മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ബോർഡിലേക്ക് എക്സാം ഹാളിലേക്ക് കയറിയപ്പോൾ ഞാൻ കയ്യിലൊരു ഉപ്പ് ഞാൻ പിടിച്ചായിരുന്നു. ഉപ്പ് ഞാൻ ഹാളിലിട്ടിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. എക്സാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നന്നായിട്ടുണ്ട്, ഓൾ ദി ബെസ്റ്റ്, റിസൾട്ട് നാളെ അറിയാമെന്ന് പറഞ്ഞു.
ഓക്കെ, ഞാൻ എക്സാം ഹാളിൽ നിന്ന് തിരിച്ചിറങ്ങി. ഒരു എന്താ നടന്നതെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാ അത് പറയാതെ എനിക്കറിയില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എക്സാമിന് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. സ്പോൺസറോട് പറഞ്ഞു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. ഇനി ആൾ പറഞ്ഞു എൻ്റെ അടുത്ത്, നീ വിഷമിക്കണ്ട, റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം നോക്കാമെന്ന്. പിറ്റേ ദിവസം ഒരു 3 മണിയോടുകൂടി റിസൾട്ട് വന്നു. അതിലും ഞാൻ പാസ്സായി. പിന്നീട് അങ്ങോട്ട് മാതാവ് എൻ്റെ കൂടെ എന്നെ പിടിച്ച് നടക്കുന്ന പോലെയായിരുന്നു. ഓരോന്നിനും ഓരോ പ്രോസസ്സിനും ഓരോ കടമ്പകൾ കടന്നിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഓരോന്നിനും കൂടെയുള്ളവർക്ക് ഓരോ പ്രശ്നങ്ങളും മെഡിക്കലിലും കാര്യങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കതൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ടായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനും അമ്മയും പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഞാൻ രാജഗിരി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള രോഗികൾക്ക് ഞാൻ പത്രങ്ങൾ കൊടുത്തായിരുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ആലുവയിൽ തന്നെയുള്ളൊരു മഠത്തിൽ വൃദ്ധസദനത്തിൽ ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്യാനും അവരോട് കുറച്ച് നേരം സംസാരിക്കാനും ഒക്കെ ഞാൻ പോയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഇവിടെ ചാലക്കുടിയിൽ ഒരു സ്ഥലത്ത് എല്ലാ ചൊവ്വാഴ്ചയും പോയി അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ 10 പൊതിയോളം ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ വന്ന് ഞാനും അമ്മയും അപ്പനും ഒരുമിച്ച് പൊതിച്ചോറുണ്ടാക്കി ഞങ്ങൾ ഹൈവേയുടെ അവിടെയൊക്കെ ഞങ്ങൾ വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്തവർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തായിരുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ ചെയ്തായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട്. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താലും ഞാൻ അങ്ങനെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്കിവിടെ നിന്ന് ഈ ഒരു സാക്ഷ്യം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചത്. എൻ്റെ കഴിവിൽ എനിക്കിത് സാധ്യമാകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുമായിരുന്നില്ല. കാരണം എൻ്റെ കഴിവിലും സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ച് 2 തവണ എക്സാം അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്കത് എക്സാം പാസ്സാവാൻ പറ്റിയില്ല. പിന്നീട് മാതാവിനോട് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കുടുംബവും ഞാനും മാതാവിനോട് കൂടെ വിശ്വസിച്ച് നടന്ന് ഞങ്ങൾ ഇവിടം വരെ എത്തി. വലിയൊരു കാര്യം ഞങ്ങൾ സാധിച്ചെടുത്തു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്. നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. വചന പ്രിൻസ് എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്തതിലൂടെ ഏറെ വർഷങ്ങളായി മകൾ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന ഏറ്റവും വലിയൊരു നിയോഗത്തെ, ആഗ്രഹത്തെ ഇന്ന് ഫലമണിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ അൾത്താരയിൽ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. മകൾ വിദേശത്ത് പോകുവാൻ വേണ്ടി പലതവണ പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. അമ്മ മാതാവിനെക്കുറിച്ച് അറിയുകയും മാതാപിതാക്കൾ വളരെ നേരത്തെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിലും മകൾ പലതുകൊണ്ടും അതിനോട് താല്പര്യം കാണിക്കാതെ അകന്ന് ജീവിച്ചെന്ന് അവളുടെ തന്നെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ എല്ലാ വഴികളും അടയുകയും കഴിവിൽ ആശ്രയിച്ചുള്ള പരീക്ഷകളിലുള്ള പങ്കാളിത്തം പരാജയപ്പെടുകയും ഇനി ഒരു ചാൻസ് മാത്രം വിദേശ രാജ്യത്തേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തനിക്ക് മിച്ചം വരികയും ചെയ്യുമ്പോൾ മാതാവിൽ ആശ്രയിക്കുവാനും ശരണപ്പെടുവാനും എളിമപ്പെടുത്തുവാനും തൻ്റെ കഴിവിനേക്കാൾ ഉപരി ദൈവാനുഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുവാനും മകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഉടമ്പടി ജീവിതം തുടങ്ങുമ്പോൾ മുതൽ ഉടമ്പടിയോട് പൂർണ്ണമായ വിശ്വസ്തത മകൾ പുലർത്തുന്നുണ്ട്. അത് പ്രാർത്ഥനകളിലാണെങ്കിലും കാരുണ്യ പ്രവൃത്തികളിലാണെങ്കിലും പത്രം വിതരണം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഓരോ കാര്യവും അത് എന്താണോ ഉടമ്പടി നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക, നമ്മുടെ സ്റ്റാറ്റസ് നോക്കാതെ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നോക്കാതെ വിനയപ്പെട്ട മനസ്സോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവ നിർവഹിക്കുവാൻ മകൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്ന് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് മകളുടെ 2 പരീക്ഷകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോഴും രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോഴും മകൾ ജോസഫ് അച്ഛനെ കാണുന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഈ അൾത്താരയിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവിക പ്രവൃത്തിയാണ് ജോസഫ് അച്ഛൻ്റെ അനുദിനവുമുള്ള കൈവപ്പ് ശുശ്രൂഷയും അമ്മ മാതാവിലും ഈശോയിലും ബലപ്പെടുത്തിക്കൊണ്ട്
ജീവിതാവസ്ഥകളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയും ശൈത്യപൂശിയും ക്രൂശുരൂപം കരങ്ങളിൽ കൊടുത്തും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കാശുരൂപം കൈമാറിയും എവിടെയാണോ രോഗാവസ്ഥകളുള്ളത് ആ രോഗ ഇടങ്ങളിൽ ശൈത്യപൂശുവാനായി കൈമാറിക്കൊണ്ടും അച്ഛന് നാളിത്രയും ഉള്ള പ്രാർത്ഥനാരൂപിയിൽ പ്രാർത്ഥനാ വരത്തിൽ നിന്നുകൊണ്ട് അച്ഛൻ സൗഖ്യ ശുശ്രൂഷയും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പുതിയ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും സന്ദേശങ്ങളും നൽകുന്ന വലിയൊരു ശുശ്രൂഷ ഓരോ ദിനവും ഈ അൾത്താരയിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗ്യമാണ്. മകൾ പറയുന്നുണ്ട്, ആദ്യത്തതിന് പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ അച്ഛൻ്റെ അരികിൽ വന്ന് ഇനിയൊരു അവസരമില്ല, അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് അവൾ നിലവിളിച്ച് പറയുമ്പോൾ ധൈര്യമായിട്ട് പോവുക, വിജയിക്കുമെന്ന് അച്ഛൻ സന്ദേശം കൈമാറുന്നു. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതുപോലെ തന്നെ ആകെ ക്ലേശത്തിലാണ്, ആദ്യം മുതലെല്ലാം ചെയ്യേണ്ടി വരുമെന്ന് മകൾ നിലവിളിച്ച് പറയുമ്പോൾ അച്ഛൻ പറയുന്നു, സാക്ഷ്യം പറയുവാൻ തയ്യാറാവുക, നിനക്ക് പ്രയാസമുണ്ടാവില്ലെന്ന സന്ദേശം കൈമാറുന്നു. അച്ചിട്ടതുപോലെ മകളുടെ ജീവിതത്തിൽ അനുഗ്രഹമായത് മാറുന്നു. ആ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സാധിക്കുന്ന അവസരങ്ങളിൽ അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളുമായി അണയുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകമായ കൃപയും സിദ്ധിയും ഈശോയുടെ സവിശേഷമായ അനുഗ്രഹവും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ദൈവികമായ സന്ദേശങ്ങളുടെ കൈമാറ്റവും ചില കാര്യങ്ങൾ തിരുത്തുവാനും ചില കാര്യങ്ങൾ ചെയ്യുവാനും ചില കാര്യങ്ങൾ കാത്തിരിക്കുവാനും വേണ്ടുന്ന വ്യക്തമായ സന്ദേശങ്ങളും ഈശോനാഥൻ അച്ഛനിലൂടെ എപ്പോഴും കൈമാറാറുണ്ട്. അച്ഛൻ്റെ അരികിലെത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവവുമാണ്. അതുകൊണ്ട് ഈ മകനുടെ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് 2 തവണ അച്ഛനെ കാണുവാൻ സാധിച്ചതും ഏറെ ആകുലപ്പെട്ട് കണ്ട നിമിഷങ്ങളിലൊക്കെയും അച്ഛനിലൂടെ വ്യക്തമായ സന്ദേശം ലഭിച്ചതും അതിന്ന് ജീവിതത്തിന് മേൽഗതിക്കുള്ള അനുഗ്രഹമായി തീർന്നതിനെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മകൾക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് റോഷ്നി കുര്യൻ. ഞാൻ എറണാകുളം തേവരയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഡിസംബർ 2 ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു സാക്ഷ്യം കേട്ടു. അതൊരു വലിയ സാക്ഷ്യമായിരുന്നു. ഒരു സൗദിയിലുള്ള ഒരാളുടെ സാക്ഷ്യമായിരുന്നു. അതെനിക്ക് ഉടമ്പടി എടുക്കാൻ പ്രചോദനം നൽകി. അങ്ങനെ 2ാമത് ഉടമ്പടി പുതുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു തടിപ്പ് കണ്ടു. ആ തടിപ്പ് പിന്നെ ചെറിയ ഒരു മുഴയായി മാറി. ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ക്യാൻസറാന്ന് പറഞ്ഞു. 6 കീമോയും അതിനുള്ള ഇഞ്ചക്ഷനും ഇമ്മ്യൂണൽ തെറാപ്പി എന്നുള്ള ഇഞ്ചക്ഷനും എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. 3 കീമോ വരെ വലിയ പ്രശ്നമില്ലാതെ പോയി. 4ാമത്തെ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെ നഖത്തിന് പഴുപ്പ് കയറുകയും അതിൽ കൂടെ ഇൻഫെക്ഷൻ ആകുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പ്രഷറും സാച്ചുറേഷനും എല്ലാം താഴെ പോയി. ഒന്നുമില്ല. എനിക്ക് നടക്കാൻ വയ്യാതെയായി. എനിക്ക് ശ്വാസം മുട്ടലായി. പെട്ടെന്ന് തന്നെ എന്നെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ICUയിലാക്കി. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പിച്ചും പേയും പറയാൻ തുടങ്ങി. ഏത് ബാക്ടീരിയ എന്ന് അവർ കണ്ടുപിടിക്കാൻ വേണ്ടി 3 ദിവസം എടുത്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മക്കളും ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് വെൻറ്റിലേറ്ററിലിടണമെന്നും ഡയാലിസിസ് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് അത് ചെയ്യാൻ ഇടവരുകയും ചെയ്തില്ല. വെൻറ്റിലേറ്ററിലിടാനോ ഒന്നും ദൈവം അനുവദിച്ചില്ല. ഞാൻ അത് അവിടെ കിടന്ന് എനിക്ക് കുറച്ച് ബോധം വന്നപ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ ഞാൻ നേഴ്സിനോട് പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ പടവും കൊന്തയും ICUയിൽ വെക്കാൻ എന്നെ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ സമ്മതിച്ചു. അപ്പം ഞാൻ മാതാവിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് പൂർണ്ണ ആരോഗ്യം തന്ന് ഞാൻ വീട്ടിൽ തിരിച്ചു പോകാനും എനിക്ക് ക്യാൻസറിൽ നിന്ന് പൂർണ്ണ സൗഖ്യം തന്നാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഞാനിവിടെ വന്നൊന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് മരുന്ന് എനിക്ക് കയറാൻ തുടങ്ങി. പയ്യെ പഴയ പോലെ കിടന്നു. 11 ദിവസം ഞാൻ ICUയിൽ കിടന്നു. ആ ദിവസങ്ങളൊക്കെ
ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടിയിൽ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ബൈബിള് വായിക്കും, ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നെങ്കിലും എനിക്കൊരു പൂർണ്ണ വിശ്വാസം ആ വിശുദ്ധ വസ്തുക്കളിൽ അന്നില്ലായിരുന്നു. പക്ഷേ ആ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടി തന്നെ ഞാൻ കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലേക്ക് അമ്മ ഒഴിക്കുന്നതായിട്ടും ഞാൻ യെശയ്യാ 43:2 എന്ന വചനം എന്നെ എഴുതി കാണിച്ചു. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വിടുകയില്ല. അങ്ങനെ എനിക്ക് എൻ്റെ മാതാവ് അവിടെ വലിയൊരു മധ്യസ്ഥയായി. 11 ദിവസം ഞാൻ ICUയിൽ കിടന്നു. 5 ദിവസം റൂമിലും കിടന്ന് ഞാൻ ഡിസ്ചാർജായിട്ടും എനിക്ക് നടക്കാനൊന്നും പറ്റിയില്ല. ഞാൻ കാറിൻ്റെ അവിടം വരെയും വീൽ ചെയറിലാണ് പോയത്. അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കുറച്ച് നടക്കാറായി. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. എനിക്ക് 4 കീമോയെ എടുക്കാൻ പറ്റിയുള്ളൂ. 6 കീമോ വേണമെന്ന് പറഞ്ഞിട്ട് 4 കീമോയെ എനിക്ക് പറ്റിയുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ബാക്കി കീമോ എടുക്കാൻ. ഡോക്ടറിനും ധൈര്യമില്ല, കാര്യം എൻ്റെ ബോഡി ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് കീമോ എടുക്കണ്ട, ഇമ്മ്യൂണൽ തെറാപ്പി ഇഞ്ചക്ഷൻ കുറച്ച് എടുത്ത് റേഡിയേഷനും ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ശരീരത്തിൽ അത്രമാത്രം മരുന്ന് ICUയിൽ വെച്ച് എനിക്ക് കയറി. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാത്രമല്ലായിരുന്നു, ആ കൂടെ എനിക്ക് ന്യൂമോണിയയും വന്നു, അതും കൂടിപ്പോയി. അതുകൊണ്ട് അത്രയും മരുന്നുകൾ എനിക്ക് കയറ്റേണ്ടി വന്നു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും എന്നെ ദൈവം എഴുതി കാണിച്ച ആ തിരുവചനം ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു, കുറച്ച് സുഖം പ്രാപിച്ചു. എനിക്കിവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുക്കാനുള്ള ശാരീരികമായ ശക്തി ഇല്ലായിരുന്നത് കാരണം ഞാൻ അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് 2 പ്രാവശ്യം ഓൺലൈൻ ഉടമ്പടി എടുത്ത് വീണ്ടും പ്രാർത്ഥിച്ചു. അന്ന് അമ്മ മാതാവ് എനിക്ക് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലേക്ക് ഒഴിച്ചു തരുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉടമ്പടി വസ്തുക്കളോട് ഉള്ള വിശ്വാസം ദൈവം തന്നു. ഞാൻ അതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനും തിരുവചനം മുടക്കാതെ അരമണിക്കൂറല്ലാതെ കൂടുതൽ പ്രാർത്ഥിക്കണമെന്നും കൂടുതലായി ദൈവത്തോട് അടുക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥയിൽ കൂടുതലായി നിലനിൽക്കണമെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കഴിഞ്ഞ നവംബറിലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻസ് എല്ലാം പൂർത്തിയായത്. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. റേഡിയേഷൻ എടുത്തതിനും ശാരീരികമായ ഒത്തിരി ഇതുണ്ടായിരുന്നതിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതനുസരിച്ച് എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പയ്യെ കുറയാൻ തുടങ്ങി. അങ്ങനെ നവംബറിൽ ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും പെറ്റ് സ്കാനും ബയോപ്സിയും മെമ്മോഗ്രാമും ഒക്കെ എടുത്തു. ഞാൻ ICUയിൽ കടന്നപ്പം ഡോക്ടർ പറഞ്ഞു ലങ്സിന് പ്രോബ്ലം വരും, ഹാർട്ടിന് പ്രോബ്ലം വരും, അങ്ങനെ പല പ്രശ്നങ്ങളും വരുമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവകൃപയാൽ ബയോപ്സിയിൽ എനിക്ക് പൂർണ്ണമായിട്ട് ക്യാൻസർ സൗഖ്യപ്പെടുകയും ഒരവയവത്തിനും ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണ സൗഖ്യം തന്ന് ദൈവമാതാവും തിരുകുമാരനും എനിക്ക് സൗഖ്യം തന്നതിന് കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ പാവങ്ങൾക്ക് മരുന്നിനും ഭക്ഷണത്തിനുമായിട്ട് നേരത്തെയും എപ്പോഴും സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവൃത്തി ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്ത സമയത്ത് പത്രങ്ങൾ മേടിച്ചു കൊടുക്കുകയും പിന്നെ അച്ഛൻ്റെ ടോക്കുകളെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. യേശുവേ സ്തോത്രം. അമ്മ മാതാവേ നന്ദി. സങ്കീർത്തനം 118:5 ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. റോഷ്നി കുര്യൻ എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം കടന്നുപോയ ഏറ്റവും ക്ലേശമേറിയ രോഗാവസ്ഥയുടെ നാളുകളെക്കുറിച്ചും അമ്മ മാതാവ് നൽകിയ അത്ഭുതകരമായ സൗഖ്യത്തെയും സംരക്ഷണത്തെക്കുറിച്ചും പങ്കുവയ്ക്കുകയാണ്. ക്യാൻസർ രോഗം ബാധിച്ച കീമോതെറാപ്പി നടക്കുന്ന നാളുകളിൽ
ഇൻഫെക്ഷൻ കൂടിയിട്ട് വെന്റിലേറ്ററിലായ സഹോദരി അമ്മ മാതാവിൻ്റെ വലിയ പ്രാർത്ഥനയിൽ ഉടമ്പടി മാധ്യസ്ഥത്തിൽ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ തൻ്റെ അരികിൽ സൂക്ഷിക്കുകയും അമ്മ മാതാവിൻ്റെ ചിത്രം തൻ്റെ കിടക്കയിൽ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തുന്നതിന് വേണ്ടി ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത നാൾ മുതൽ ഏറ്റവും വിശ്വസ്തയോടെ വചനം വായിക്കുന്നതിന്, പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന്, നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിന്, ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിച്ച് ജീവിക്കുന്നതിന് ഞാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കട്ടിലിൽ കിടന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ മാറ്റുകയും സൗഖ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന്. പിന്നീട് കീമോ എടുക്കുവാനാവാത്ത വിധം ശരീരം തളർന്നിരുന്നത് കൊണ്ട് കീമോ ഉപേക്ഷിക്കുന്നു. പിന്നീടുള്ള ചെറിയ ചികിത്സകൾക്ക് ശേഷം പെറ്റ് സ്കാൻ ചെയ്യുകയും മറ്റ് പരിശോധനകൾ നടത്തുകയും ചെയ്യുമ്പോൾ ശരീരത്തിലെങ്ങും ക്യാൻസറിൻ്റെ സെൽസ് ഇല്ലെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി തൈലം തുടർച്ചയായി സ്ഥിരതയോടെ എൻ്റെ ശരീരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചതിലൂടെയും ഞാനത് വിശ്വാസത്തോടു കൂടി ഉപയോഗിച്ചതിലൂടെയുമാണ് എൻ്റെ അമ്മയുടെ വലിയ സംരക്ഷണവും ഈശോയിൽ നിന്നുള്ള ഈ സൗഖ്യാനുഭവവും എനിക്ക് ലഭിച്ചതെന്ന്. പ്രിയമുള്ളവരെ, എത്ര കണ്ട് കണ്ണീരിലൂടെ കടന്നു പോകുമ്പോഴും, എത്ര കണ്ട് ജീവിതം ദുരിതമായും പരാജയമായി തീരുമ്പോഴും, എത്ര കണ്ട് നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകാത്ത വിധം രോഗാവസ്ഥയിലും അതിൻ്റെ ക്ലേശങ്ങളിലുമൊക്കെ വലയുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ സഹോദരി വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. സഹോദരി പറയുന്നുണ്ട്, യെശയ്യാ 43:2 ഞാൻ ICUയിൽ കിടക്കുമ്പോൾ, വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഞാൻ കാണുന്ന തിരുവചനമെന്ന്. യെശയ്യാ 43:2 രണ്ട് അനുഭവമാണ് വെന്റിലേറ്ററിൽ ലഭിക്കുന്നത്. ഒന്ന്, ഉടമ്പടി തൈലം ആരോ തലയിലൂടെ ഒഴിക്കുന്നു. അന്ന് വരെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ആ രോഗാവസ്ഥയിൽ അത് പ്രാർത്ഥിച്ചിട്ടില്ല. അതിനുശേഷമാണ് തൈലം പൂശി കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമത്തതൊരു തിരുവചനം ആകാശത്തിങ്ങനെ എഴുതി കാണിക്കുന്നു. അത് സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത് യെശയ്യാ 43:2 നാം വായിക്കുന്നതാണ്. ഈ തിരുവചനമാണ് ഈ സഹോദരി വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആകാശത്ത് കാണുന്നത്. എന്നിട്ട് ഈ വചനമാണ് മനസ്സിലേക്ക് പതിപ്പിച്ചുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വലിയ സംരക്ഷണത്തിൻ്റെ വചനമാണ്. ഏത് വലിയ ആപത്തിലും ദൈവം കൈപിടിച്ച് നടത്തുന്നതിൻ്റെ തിരുവചനമാണ്. അതുകൊണ്ടാണ് സഹോദരി പറയുക, എത്ര തവണ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല, പക്ഷേ അമ്മ മാതാവ് എനിക്ക് എൻ്റെ കൺവെട്ടത്ത് കാണിച്ച തിരുവചനത്തിലൂടെയും ഉടമ്പടി തൈലത്തിലൂടെയും എന്നെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയെന്ന്. അസാധ്യമെന്ന് കരുതിയ ഈ രോഗസൗഖ്യത്തെ, ജീവൻ തിരിച്ചു കിട്ടിയ ഈ രോഗസൗഖ്യത്തെ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിന് തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് ജയ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് മാസം 31 എന്നെ ഇവിടെ സാക്ഷിയായി ഉയർത്തിയ ഉണ്ണീശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. ഒന്നാമതായി പറയാനുള്ളത്, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. 5 വർഷത്തോളമായി ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലായിരുന്നു. ഗൈനക്കോളജിനെ കണ്ടു, ആയുർവേദം കണ്ടു, എല്ലാം ചെയ്തു. മരുന്ന് കഴിക്കും, തൽക്കാലം ആശ്വാസം കിട്ടും, പിന്നും പഴയ അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തു എണ്ണ ബ്ലെസ്ഡ് ഓയിൽ പുരട്ടിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവ് സന്തോഷ് കുമാർ 2 വർഷത്തോളമായി ഹാർട്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലീവ് ഓഫീസിൽ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ECG എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പോയപ്പോഴത്തേക്കും ഹാർട്ട് ഭയങ്കര വേരിയേഷനായിട്ട് ഹസ്ബൻഡിനോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്മിറ്റ് പേപ്പറെല്ലാം ഡോക്ടർ കൊടുത്തു, അഡ്മിറ്റ് ആവണ്ട, നമുക്ക് നേരെ കൃപാസനത്തിലോട്ട് പോകാം,
അമ്മയെ ഒന്ന് കാണിച്ച ശേഷം നമുക്ക് ബാക്കി തീരുമാനങ്ങൾ എടുക്കാം. മരുന്ന് കഴിക്കണമെങ്കിൽ മരുന്ന് കഴിക്കാതെ അമ്മ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ആ ECG റിപ്പോർട്ട് അമ്മയെ സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഈ വിഷയം ഏറ്റെടുക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസം പോയി എക്കോ എടുക്കാൻ പോയി. കാശ് രൂപം നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചു, വിശുദ്ധ തൈലം പുരട്ടി. എക്കോ എടുത്തപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ പൂർണ്ണ സൗഖ്യം എൻ്റെ അമ്മ തന്നിരിക്കുകയാണ്. അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകന് ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് മാസം 27-ാം തീയതി ചെറിയൊരു നെഞ്ചുവേദന വരികയും അതിൻ്റെ ഫലമായിട്ട് ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു, അവൻ കഴിച്ചിട്ടും കുറവായില്ല. വീണ്ടും നെഞ്ചുവേദന എടുക്കും, ഓടിപ്പോയി കട്ടിൽ പോയി അവൻ കമിഴ്ന്ന് കിടക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കാശുരൂപം വയ്ക്കുകയും പിന്നെ വിശുദ്ധ തൈലം പുരട്ടുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും നെഞ്ചുവേദന വന്നാൽ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ മരുന്നിൽ ക്ലിയർ ആവേണ്ടതാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, SITക്ക് റെഫർ ചെയ്തു. ഞാൻ ആ പേപ്പർ കൊണ്ട് അമ്മയുടെ മുൻപിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ മോന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവനൊരു എക്സ്റേ എടുത്ത് നോക്കി. എക്സ്റേ എടുത്തപ്പോൾ വേറെ ഒരു പ്രശ്നവുമില്ല. 2 ദിവസത്തെ മരുന്ന് കഴിക്കേണ്ടി വന്നു. അതോടെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഒരു കൈവേദനയെ തുടർന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും പടം കാലും ഈ മുഖം എല്ലാം അങ്ങ് ഭയങ്കരത്തിൽ നീരായി. അപ്പോൾ അമ്മയ്ക്ക് ഒരു സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കി നിന്നിട്ട് അമ്മ അങ്ങ് ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ നീര് കയറിയപ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഈ വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് കാലിലും മുഖത്തും എല്ലാം അങ്ങ് പുരട്ടിയതിൻ്റെ ഫലമായി ഏകദേശം അങ്ങ് കുറഞ്ഞു. പിറ്റേ ദിവസമായപ്പം പൂർണ്ണമായിട്ടും കുറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കട്ടെ. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും. ഇനി എവിടെയെന്ന് വെച്ചാൽ പബ്ലിക് എവിടെയെന്നില്ല, അതിൻ്റെ മക്കളും കൂടെ വരാറുണ്ട്. അവർ ലീവിന് നിൽക്കേണ്ട ദിവസത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, 14 വർഷത്തെ ആഗ്രഹമായിരുന്നു. എനിക്കൊന്ന് വൃദ്ധസദനത്തിൽ പോകണമെന്നുള്ളത്. എനിക്ക് ഇത്രയും വർഷമായിട്ട്, അതായത് 2021-23 ഓഗസ്റ്റ് 31-ാം തീയതി ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഒരൊറ്റ ഉടമ്പടിയോടുകൂടി എനിക്ക് ആ ഒരു ആഗ്രഹം, 14 വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് വൃദ്ധസദനത്തിൽ എനിക്ക് പോകണം, അമ്മമാരെ കാണണമെന്നുള്ളത്. ആ ഒരു ആഗ്രഹം എനിക്ക് ഫസ്റ്റിൽ സാധിച്ചു കിട്ടി. അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ പിന്നെ ഞാനിവിടെ 2024 മാർച്ച് 10-ാം തീയതി ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയില്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വരുന്നതുകൊണ്ട് ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഉടമ്പടി പുതുക്കില്ലെന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടമായിപ്പോൾ എനിക്ക് രാവിലെ വരാൻ വയ്യ. എന്നിട്ടും ഞാൻ ബുദ്ധിമുട്ടി വന്നിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് സങ്കടമായെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷം. ഞാൻ ഇവിടെ വന്നിരുന്ന് കൊന്ത ചൊല്ലിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്തായാലും ഈ മാസം വരാൻ പറ്റൂലേ, എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത മാസമേ വരാൻ പറ്റുള്ളൂ, ഒരു ഡേറ്റ് ഞാനവിടെ ചോദിക്കുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് കിട്ടണമെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നതും ഉടനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി. അമ്മേൻ്റെ കൂടെ ഉണ്ടെന്ന് അമ്മ എനിക്കിവിടെ ഉറപ്പ് വന്നു. എനിക്ക് സന്തോഷം. ഞാൻ അവിടെ പോയി ചോദിച്ചു, സാരമില്ല, അടുത്ത മാസം വന്ന് ഉടമ്പടി പുതുക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതുപോലെ അല്പം അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷമിക്കുകയൊന്നുമില്ല. അങ്ങ് ഹെഡ് വെയിറ്റൊക്കെ ഇട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. എന്ത് നെഗറ്റീവ് കമൻസ് ഇങ്ങോട്ട് വന്നിരുന്നാലും അതിനെ പോസിറ്റീവ് കണ്ട് മൗനമായിട്ടിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനം അത് കൂടാറുണ്ട്. അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വലിയൊരു അനുഗ്രഹ ശുശ്രൂഷയാണ്. എനിക്കെല്ലാം പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. എൻ്റെ ഇത്രയും വർഷകാലങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി. എൻ്റെ മക്കളെ വളർത്തുന്ന രീതിയിലായിരുന്നിരുന്നാലും ബൈബിൾ വായനയിൽ ആ കറക്റ്റ് ബൈബിൾ വായന അരമണിക്കൂർ, പ്രാർത്ഥന 7 മണിയാണ് വൈകുന്നേരം. അത് കൃത്യമായിട്ട് മക്കൾ വന്നിരിക്കണം. ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട, പുറത്തിറങ്ങിക്കോ പറയും. എൻ്റെ മക്കൾ കൃത്യമായിട്ട് വന്നിരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ബൈബിൾ വായന എൻ്റെ മക്കളും വായിക്കാറുണ്ട്. അവർ സ്കൂളിൽ പോകുന്ന സമയത്ത്, ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും കാശ് രൂപത്തെ എൻ്റെ അമ്മയ്ക്ക് ഉമ്മം കൊടുത്ത് പിന്നെ വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഇത്രയും അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം നിർത്തുന്നു. ജയവർജിത് 5 വർഷമായിട്ടുള്ള ആ ഒരു ഇൻഫെക്ഷൻ, ചൊറിച്ചിൽ, അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആ 90 ദിവസം കൊണ്ട് മാറിപ്പോവുകയാണ്. ഉടമ്പടി കാലഘട്ടം 90 ദിവസമാണ്.
പരിശുദ്ധാമ്മ എലിസബത്തിനെ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്തൊരു കാലഘട്ടം. അതുപോലെ തന്നെ ഉടമ്പടി കാലഘട്ടം 90 ദിവസമാണ്. ആ സമയത്ത് തന്നെ സൗഖ്യം ലഭിക്കുകയാണ്. ജയ പ്രാർത്ഥിച്ചവർക്കും സൗഖ്യമുണ്ട് സഹോദരന് വേണ്ടിയിട്ട്. ആ സ്വപ്നം കാണുന്ന ഒരു രീതി അത് വളരെയധികം ആ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഉടമ്പടിയിൽ വെച്ച് ഈ ഒരു നിയോഗം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ ആ നിയോഗം കൂടി കൈക്കൊള്ളുകയാണ്. സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചെറിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.